നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. പാക് ഭീകരത ലോകത്തെ അറിയിക്കാനും പിന്തുണ തേടാനും സർവകക്ഷി സംഘത്തെ ഇന്ത്യ വിവിധ രാജ്യങ്ങളിലേക്ക് അയക്കുമ്പോഴും രാജ്യത്ത് സമവായം ഉണ്ടായിട്ടില്ലെന്ന് കോൺഗ്രസ്. സർവകക്ഷി സംഘത്തോട് സഹകരിക്കുമെങ്കിലും ഗുണമില്ലെന്നാണ് കോൺഗ്രസിന്റെ വാദം. ആക്രമിക്കുന്നതിന് മുൻപ് പാകിസ്ഥാനെ അറിയിച്ചെന്നും അത് ക്രിമിനൽ കുറ്റമെന്നും ആവർത്തിക്കുകയാണ് രാഹുൽ ഗാന്ധി. രാജ്യത്തിന് എത്ര യുദ്ധവിമാനങ്ങൾ നഷ്ടമായെന്നും രാഹുലിന്റെ ചോദ്യം. പാകിസ്ഥാൻ ഒളിപ്പിച്ചിരിക്കുന്ന ഭീകരരെയാണ് ഇന്ത്യ ലക്ഷ്യം വെക്കുന്നതെന്ന സന്ദേശം പാകിസ്ഥാന് തുടക്കം മുതൽ ഇന്ത്യ നൽകിയതാണ്. ഇത് സൈനിക നീക്കം പാകിസ്ഥാനെ മുൻകൂട്ടി അറിയിച്ചെന്ന് രാഹുൽ വ്യാഖ്യാനിക്കുന്നത് എന്തടിസ്ഥാനത്തിൽ? അമേരിക്കയുടെ ഇടപെടൽ വെടിനിർത്തലിൽ ഉണ്ടോ എന്ന ചോദ്യവും വിദേശകാര്യ മന്ത്രാലയം തള്ളുമ്പോൾ പാകിസ്ഥാൻ സുവർണ ക്ഷേത്രം പോലും ആക്രമിക്കാൻ ലക്ഷ്യമിട്ടത് മെയ് 8 പുലർച്ചെയിലെ ദൃശ്യങ്ങൾ പുറത്തുവിട്ട് ഇന്ത്യൻ കരസേന ലോകത്തോട് വിളിച്ചു പറയുകയാണ്. ഇന്ത്യയിൽ നിരവധി ഭീകരാക്രമണങ്ങളുടെ സൂത്രധാരൻ സൈഫുള്ള ഖാലിദ് പാകിസ്ഥാനിൽ കൊല്ലപ്പെടുമ്പോൾ, ഭീകരരെ വളർത്തുന്ന പാകിസ്ഥാൻ ഒറ്റപ്പെടുമ്പോൾ കോൺഗ്രസിന്റെ ചോദ്യങ്ങൾ രാജ്യത്തിന് എതിരോ? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യും. പ്രൈം ഡിബേറ്റിൽ കേണൽ എസ് ഡിന്നി, ശ്രീ വസന്ത് തെങ്ങുംപള്ളി, ശ്രീ MS വേണുഗോപാൽ, ശ്രീ രഘുനാഥ് നായർ, ശ്രീ ശ്രീജിത്ത് പണിക്കർ എന്നിവരാണ് പങ്കെടുക്കുന്നത്. ആദ്യം കേണൽ എസ് ഡിന്നി. രാഹുൽ ഗാന്ധി ഇന്ന് ചോദ്യം ആവർത്തിച്ചിരിക്കുകയാണ്. അദ്ദേഹം ഇന്നും ട്വീറ്റ് ചെയ്തിട്ടുണ്ട്, ഇന്ത്യക്ക് എത്ര യുദ്ധവിമാനങ്ങൾ നഷ്ടമായി എന്ന്. അദ്ദേഹം അതിനു മുൻപ് തന്നെ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത്, പാകിസ്ഥാനെ ആക്രമിക്കുമ്പോൾ ഇന്ത്യ മുൻകൂട്ടി അറിയിച്ചു, അതൊരു ക്രിമിനൽ കുറ്റമാണെന്നാണ്. രാഹുൽ പറയുന്നതിന്റെ ആ അർത്ഥം എന്താണ്? മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ? എന്ത് കാര്യമാണ് ഇന്ത്യ മുൻകൂട്ടി പാകിസ്ഥാനെ അറിയിച്ചിട്ടുള്ളത്? തീർച്ചയായിട്ടും ശ്രീ മഞ്ജുഷ്, അത് വളരെ വിചിത്രമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ബഹുമാനപ്പെട്ട നമ്മുടെ ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവായ ശ്രീ രാഹുൽ ഗാന്ധി ചെയ്തിട്ടുള്ളത്. കാരണം ഇതിനകത്ത് എനിക്ക് കൺഫ്യൂഷൻ എവിടുന്നാ വരുന്നതെന്ന് എനിക്ക് അറിയില്ല. കാരണം ഈ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞിട്ട് അതിന്റെ അടുത്ത ദിവസം തന്നെ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻ ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഘായ് അദ്ദേഹം ആ ബ്രീഫിംഗിൽ നമ്മുടെ 3 DGMOs ഒരുമിച്ച് വന്ന് ബ്രീഫിംഗ് ചെയ്തിരുന്നു. ആ ബ്രീഫിംഗിൽ ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഘായ്, ഡയറക്ടർ ജനറൽ മിലിറ്ററി ഓപ്പറേഷൻസ്, വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു, ഞങ്ങൾ ഈ ഓപ്പറേഷൻ ചെയ്തു. ആ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ എന്റെ DGMO പാകിസ്ഥാൻ കൗണ്ടർ പാർട്ടിനെ വിളിച്ചിരുന്നു. ഞങ്ങൾ പറഞ്ഞു, ഈ ഒരു ഓപ്പറേഷൻ ഭീകരവാദത്തിന്റെ അഗേൻസ്റ്റ് ആയിട്ട് മാത്രമാണ്, അത് സൈനികമായിട്ടുള്ള ഓപ്പറേഷൻ അല്ല എന്നുള്ള രീതിയിലേക്ക് പറഞ്ഞു. അപ്പോൾ ആ മറുപടിയും അന്ന് നമ്മുടെ DGMO പറഞ്ഞു. ആ മറുപടി അവർ പറഞ്ഞത് വെച്ചാൽ ഇതിന് ഞങ്ങൾ തിരിച്ചടിക്കും എന്നാണ് അതിന് പാകിസ്ഥാൻ DGMO പറഞ്ഞതായിട്ട് പറഞ്ഞു. അപ്പൊ അതിനകത്ത് എന്താ ഡൗട്ട്? അത് എനിക്കറിയുന്നില്ലേ, അത് തന്നെയല്ലേ നമ്മുടെ ബഹുമാനപ്പെട്ട എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ പറഞ്ഞത് എന്താണ്? പക്ഷേ എസ് ജയശങ്കർ പറഞ്ഞ കാര്യം ഉദ്ധരിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഈ ചോദ്യം ചോദിക്കുന്നത്. അതെ, അപ്പൊ എസ് ജയശങ്കർ പറഞ്ഞ കാര്യം തന്നെ ഇതാണ്. നോക്കൂ, അദ്ദേഹം പറയുന്നത് ഞാൻ കോട്ട് ചെയ്യാണ്. വി അച്ചീവ് ദ ഗോൾസ് വിച്ച് വി സെറ്റ് ഔട്ട് ബൈ ഡിസ്ട്രോയിങ് ദ ടെററിസ്റ്റ് ഇൻഫ്രാസ്ട്രക്ചർ. ഇതാണ് ഫസ്റ്റ് ലൈൻ. Even at the start of the operation, we had sent a message to Pakistan saying we are striking a terrorist infrastructure, not the military, and the military has an option to stand out and not interfere. ഇത് തന്നെയല്ലേ DGMO പറഞ്ഞത്. നമ്മൾ ആ ഓപ്പറേഷൻ, ഇവരുടെ പ്രോബ്ലം എന്ന് വെച്ചാൽ ഇവരെന്താ വിചാരിക്കുന്നത് വെച്ചാൽ, നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ ഒരൊറ്റ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് നമ്മളങ്ങ് നിർത്തിയതാണ്. അതല്ല, ഇന്നും ഓപ്പറേഷൻ സിന്ദൂർ ഇൻ പ്രോഗ്രസ് ആണ്. ആ ഓപ്പറേഷൻ നിർത്തിയിട്ടില്ല, ആ ഓപ്പറേഷൻ ഇൻ പ്രോഗ്രസ് ആണ്. കാരണം ഈ ഇന്ത്യൻ സൈന്യം അങ്ങോട്ട് അറ്റാക്ക് ചെയ്യുമ്പം അവിടുന്ന് ഇങ്ങോട്ടൊരു റിറ്റാലിയേഷൻ വരത്തില്ല എന്നുള്ള യാതൊരു വ്യാമോഹവും ആർക്കും നമുക്കില്ല. അപ്പൊ ഓപ്പറേഷൻ സിന്ദൂർ ഇൻ പ്രോഗ്രസ് തന്നെയാണ്. പക്ഷെ നമ്മളൊരു എസ്റ്റാബ്ലിഷ് പ്രൊസീജിയർ ഉണ്ട്. ഇത് ആദ്യമായിട്ടല്ല നമ്മുടെ DGMO അവിടുത്തെ DGMOയിൽ ഇങ്ങനത്തെ ഒരു വിഷയം സംസാരിക്കുന്നത്. അവിടെ ഒരു ഹോട്ട് ലൈൻ, ഒരു സംവിധാനമുണ്ട്. ഞാനൊരു ഉദാഹരണം പറയാം. കഴിഞ്ഞ കുറച്ച് വർഷം മുമ്പ് നമ്മൾ ഇവിടുന്ന് ഒരു അറിയാതെ ഒരു മിസൈൽ, അതായത് ഒരു ആരുടെയൊക്കെ തെറ്റുവച്ചിട്ട് ഒരു മിസൈൽ ഇവിടുന്ന് ഫയർ ചെയ്ത് പാകിസ്ഥാനിലേക്ക് പോയിരുന്നു. ഇമ്മീഡിയറ്റ്ലി നമ്മളെ DGMO വിളിച്ച് പാകിസ്ഥാൻ DGMO എടുത്ത് പറഞ്ഞിരുന്നു, ഈ മിസൈൽ ഞങ്ങൾ ഇവിടുന്ന് പോയത് അത് ട്രെയിനിങ് സമയത്ത് ഒരു മിസ്റ്റേക്ക് ആണ്, അത് മനഃപൂർവ്വം അല്ല എന്ന്. അതവർ മനസ്സിലാക്കി അവർ വേണ്ടുള്ള നടപടികളൊന്നും എടുത്തിട്ടില്ല. അപ്പൊ ഇതിന് മുൻപും പല പ്രാവശ്യവും ഇങ്ങനത്തെയൊക്കെ ഇഷ്യൂ വരുമ്പം DGMO ടു DGMO ലെവലിൽ മീറ്റിംഗ് നടക്കാറുണ്ട്, ഫോൺ ഹോട്ട്ലൈൻ കോൾ നടക്കാറുണ്ട്. ആ ഹോട്ട്ലൈൻ കോളിന്റെ പർപ്പസ് തന്നെ രണ്ട് രാജ്യങ്ങളിലും അവരറിയാതെ ഒരു എസ്കലേഷനിലേക്കോ യുദ്ധത്തിലേക്കോ അല്ലെങ്കിൽ ന്യൂക്ലിയർ ഇതിലേക്കോ പോകരുതെന്ന് വെച്ചിട്ടാണ്. എത്രയൊക്കെ ക്രൈസിസ് വന്നാലും എത്രയൊക്കെ കോൺഫ്ലിക്ട് വന്നാലും DGMO ലെവലിലെ ഹോട്ട്ലൈൻ കോളുകൾ നടക്കണമെന്നുള്ളത്.
അപ്പൊ അതിന്റെ ഭാഗമായി തന്നെയാണ് നമ്മൾ ഓപ്പറേഷൻ ചെയ്ത ശേഷം, ഫസ്റ്റ് ഫേസ് ഓപ്പറേഷൻ ചെയ്ത ശേഷം നമ്മൾ വിളിച്ചു പറഞ്ഞു, നോക്കൂ നമ്മൾ ചെയ്തത് ടെറർ ഇൻഫ്രാസ്ട്രക്ചറിനെ സ്ട്രൈക്ക് ചെയ്തതാണ്, ഞങ്ങൾ ഒരു മിലിറ്ററി ക്യാമ്പിനെയും സ്ട്രൈക്ക് ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഇവിടെ കൊണ്ട് നിർത്താം, ഞങ്ങൾ ഇതിനെ കൂടുതൽ എസ്കലേഷൻ ചെയ്യാൻ പോലും താല്പര്യമില്ല എന്ന് വ്യക്തമായിട്ട് DGMO പറഞ്ഞിരുന്നു. അതേ കാര്യം തന്നെയാണ് ശ്രീ ജയശങ്കർ പറഞ്ഞത്. പക്ഷെ അതിനെ ഒരു വളച്ചൊടിച്ചിട്ട രീതിയിലാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുള്ളത്. അതിന്റെ കൂടെ എത്ര എയർക്രാഫ്റ്റ് പോയി അല്ലെങ്കിൽ എത്ര എയർക്രാഫ്റ്റ് നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഞാൻ ഇതിന്റെ ഒരു ഒറ്റ മറു ചോദ്യമാണ്. നമ്മുടെ ഇപ്പം ഏതെങ്കിലും ഒരു അസറ്റ് പോയിട്ടുണ്ടെങ്കിൽ അത് അറിയാൻ ഏറ്റവും കൂടുതൽ താല്പര്യമുള്ളത് ആരായിരിക്കും? ഡെഫിനറ്റ്ലി പാകിസ്ഥാൻ ആയിരിക്കും നമ്മളെ എത്ര അസറ്റ്സ് പോയി എന്ന് അറിയാനുള്ള താല്പര്യം അവർക്കാണ്. കാരണം അവർക്ക് ആ രീതിയിലുള്ള ഓപ്പറേഷൻ പ്ലാനിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി അത് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ടാണ് നമ്മുടെ ഡയറക്ടർ ജനറൽ ഓഫ് എയർ ഓപ്പറേഷൻസ് എയർ മാർഷൽ ഭാരതി ഇതേ ചോദ്യം എന്റെ അനാലിസിസ് കറക്റ്റ് ആണെങ്കിൽ സ്നേഷ് അലക്സ് ഫിലിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രിന്റിന്റെ മാധ്യമ പ്രവർത്തകൻ തന്നെയാണ് ചോദിച്ചത്. നമ്മൾ എന്തെങ്കിലും അസറ്റ് പോയിട്ടുണ്ടോ, റഫാൽ യുദ്ധം പോയിട്ടുണ്ടോ, നമുക്ക് എത്ര നഷ്ടം വന്നു എന്ന്. അപ്പം എയർ മാർഷൽ ഭാരതി വളരെ ഒരു കാര്യം പറഞ്ഞു, കോമ്പാറ്റ് ഓപ്പറേഷൻസിൽ ലോസസ് പാർട്ട് ആൻഡ് പാർസൽ ആണ്. അതായത് നമ്മളെ വിചാരം എന്ന് വെച്ചാൽ നമ്മൾ അങ്ങോട്ട് അടിക്കുമ്പോൾ അവർ തിരിച്ചൊന്നും ചെയ്യാൻ പാടില്ല, അവരെല്ലാം മര്യാദയ്ക്കിരുന്ന് അവിടെ അടി കൊണ്ടിട്ട് മാത്രം നമ്മളെ അസറ്റ്സും ആളുകളെല്ലാം സേഫ് ആയിരിക്കും. അങ്ങനല്ല യുദ്ധം, അല്ലെങ്കിൽ യുദ്ധ സമാനമായിട്ടുള്ള രീതി. ഒരു ഓപ്പറേഷൻ പോകുമ്പോൾ ലോസസ് വരും. ആ ലോസ് എത്രയാണെന്ന് ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ അത് ശത്രുഭാഷത്ത് നിൽക്കുന്നവർക്ക് അഡ്വാൻറ്റേജ് ആവും. അതുകൊണ്ട് ഇപ്പം ഞാൻ പറയുന്നില്ല എന്ന് എയർ മാർഷൽ AK ഭാരതി വളരെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു. അപ്പൊ അതിനകത്ത് ഇനിയിപ്പം അതുപോലെ തന്നെ പാകിസ്ഥാന്റെ സൈഡിൽ നിന്നുള്ള എത്ര എണ്ണം നഷ്ടപ്പെട്ടെന്ന് പോലും നമ്മൾ ക്ലെയിം ചെയ്തിട്ടില്ല. നമ്മൾ അവിടെ എത്ര അസറ്റ്സ് പോയി എന്നുള്ളത് നമ്മൾ പറഞ്ഞു. കാരണം അതും ഇപ്പം ആ ഒരു ഇൻപുട്സ് ഒക്കെ വരാനുള്ള സമയം ആയി വരുന്നതേ ഉള്ളൂ. നമുക്കൊരു ഐഡിയ ഉണ്ട്, പക്ഷെ കൃത്യമായിട്ട് ഏതൊക്കെ അസറ്റ്സ് എന്തൊക്കെ രീതിയിലുള്ള നാശനഷ്ടം വന്നെന്നുള്ളതിന് അത് കുറച്ചുകൂടി സമയം വരും. അപ്പൊ ആ ഒരു രീതിയിൽ നിൽക്കുമ്പം നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂർ ഇൻ പ്രോഗ്രസ് എന്ന് പറഞ്ഞിരിക്കുമ്പം എങ്ങനെയാണ് ഈ ചോദ്യങ്ങൾ നമ്മളെ ജനാധിപത്യ രാജ്യത്തിന് അത് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ശരിയാണ്. പക്ഷേ രാഹുൽ ഗാന്ധി ഈ ചോദ്യങ്ങൾ ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പോൾ രണ്ടാം തവണയാണ് അദ്ദേഹം ഇതേ വിഷയം തന്നെ ട്വീറ്റ് ചെയ്യുന്നത്. ശ്രീ രഘുനാഥ് നായർ, ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ ഒരു തുടർ പ്രക്രിയയാണ്, അത് തുടർന്നുകൊണ്ടേയിരിക്കും, അവസാനിപ്പിച്ചിട്ടില്ല. അത് തൽക്കാലത്തേക്ക് ഒരു ഫ്രീസ് ചെയ്തിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം, അത്രയേ ഉള്ളൂ. ഇപ്പോൾ ഇന്ന് ഇന്ത്യ പുതിയ കുറേ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. കരസേനയാണ് പുറത്തുവിട്ടതും മാധ്യമങ്ങളോട് സംസാരിച്ചതും. അതിൽ സുവർണക്ഷേത്രം പോലും പാകിസ്ഥാൻ ലക്ഷ്യമിട്ടിരുന്നു എന്നാണ് പറയുന്നത്. ഡ്രോണുകളും മിസൈലുകളും പാഞ്ഞു വന്നു, അവ നിർവീര്യമാക്കാൻ ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ആ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ പാകിസ്ഥാനിൽ നിന്ന് ഒരു തെളിവും ഇതുവരെ ഇന്ത്യക്കെതിരെ, ഇന്ത്യയിൽ നിന്നുള്ള എന്തെല്ലാം യുദ്ധസാമഗ്രികൾക്കാണ് കേടുവരുത്തിയിട്ടുള്ളത്, നശിപ്പിച്ചത് എന്നുള്ള തെളിവുകൾ പുറത്തു വന്നിട്ടില്ല. ആ സമയമാണ് കോൺഗ്രസ് ഈ ചോദ്യം ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അപാകതയുണ്ടോ ഈ ചോദ്യത്തിന്? തീർച്ചയായിട്ടും ഒരുപാട് അപാകതയുണ്ട് ശ്രീ മഞ്ജുഷേ. കാരണം ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാർ ഇസ് എൻ ആർട്ട് ഓഫ് ഡിസെപ്ഷൻ. അത് നമ്മുടെ യുദ്ധോപകരണങ്ങളും അല്ലെ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്ന ആളുകളുടെ എക്സ്പെർട്ടീസും ഇതിനെല്ലാം ഉപരി ഇറ്റ്സ് എൻ ആർട്ട് ഓഫ് ഡിസെപ്ഷൻ. നമുക്ക് ഒരുപാട് എക്സാമ്പിൾസ് പറയാം. ഒരു യുദ്ധവിമാനത്തിനെ ശത്രുക്കളുടെ റഡാർ കണ്ടുപിടിക്കുന്നു, ഒരു മിസൈൽ അവർ ഫയർ ചെയ്യുന്നു. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഡീകോയ്സ് ഉപയോഗിക്കാറുണ്ട്. നമ്മൾ ഒരുപാട് എയർ ഷോയിലൊക്കെ, സാധാരണ എല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ ഒരുപാട് എയർ ഷോയുടെ ഒക്കെ കാണുന്നുണ്ട്. കഴിഞ്ഞ ഇന്ത്യൻ എയർഫോഴ്സിന്റെ ആനിവേഴ്സറി ചെന്നൈയിൽ നടക്കുമ്പോഴെല്ലാം നമ്മൾ കണ്ടാണ് ഒരുപാട് ഫ്ലെയർ, ഇങ്ങനെ തീ പോലെ ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ വിമാനത്തിൽ നിന്ന് പുറപ്പെടുവിക്കുന്നത്. അത് ആക്ച്വലി ഈ ഫ്ലെയർ എന്ന് പറയുന്നത് ഒരു ഡിക്കോയ് ആണ്. ഡിക്കോയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശത്രുക്കളുടെ മിസൈൽ വല്ലോ ഹീറ്റ് സീക്കിങ് അല്ലെ IR സീക്കിങ് മിസൈൽസ്, ഇൻഫ്രാറെഡ് റേഡിയേഷനെ സീക്ക് ചെയ്ത് വരുന്ന മിസൈൽസോ വല്ലതും അതിന്റെ പുറകെ വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഫ്ലെയർ പോകുമ്പോൾ അത് ആക്ച്വലി ഒരു അതിന്റെ ഹീറ്റിനെ സെൻസ് ചെയ്തിട്ട് ഈ വരുന്ന മിസൈലുകൾ അതിന്റെ പുറകെ പോയി അങ്ങനെ ഈ വിമാനത്തിന് രക്ഷപ്പെടാം. അതൊരു ഡീകോയ് എന്ന് പറയുന്ന ഒരു സംവിധാനം. ഇതൊക്കെ ഡിസെപ്ഷനാണ്. എന്ന് പറഞ്ഞതുപോലെ ഒരു യുദ്ധത്തില് രണ്ട് രാജ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും അവരെ മാനസികമായിട്ടും നോളജ് വൈസും പൊളിറ്റിക്കലി എല്ലാം ഡിസീവ് ചെയ്യാനായിട്ട് ഒരുപാട് ശ്രമങ്ങൾ നടത്തും. അപ്പൊ അതിന്റെ ഉദാഹരണമാണ് നമ്മൾ ഒരു മിലിറ്ററി എക്സസൈസ് പ്ലാൻ ചെയ്യുന്നു. രാജസ്ഥാനിൽ 2 ദിവസത്തെ മിലിറ്ററി എക്സസൈസ് പ്ലാൻ ചെയ്യുന്നു. എല്ലായിടത്തും എല്ലാ ഡിസ്ട്രിക്റ്റുകളിലും ഇതിനെക്കുറിച്ചുള്ള ഒരു മോക്ക് ഡ്രില്ല് നടത്തണമെന്ന് ആവശ്യപ്പെടുന്നു. ഇതിന്റെ എല്ലാം ഡേറ്റ് എല്ലാം വെച്ചിട്ട് പാകിസ്ഥാൻ വിചാരിക്കുന്ന 2-3 ദിവസം അല്ലെങ്കിൽ 3-4 ദിവസം കഴിഞ്ഞിട്ട് ഒരു ആക്രമണം ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ, അല്ലെ അങ്ങനെ വിചാരിച്ചിരിക്കുന്ന സമയത്ത് 7-ാം തീയതി നമ്മൾ അറ്റാക്ക് ചെയ്യുന്നു. അറ്റാക്കിന് തൊട്ട് മുമ്പായിട്ട് നമ്മുടെ മിലിറ്ററി ചീഫ് അവർക്കൊരു സന്ദേശം അയക്കുന്നു, ഞങ്ങൾ ഇതെല്ലാം ആക്രമിക്കാൻ തയ്യാറെടുത്ത് കഴിഞ്ഞു, ഞങ്ങൾ നിങ്ങളുടെ മിലിറ്ററി ഇൻസ്റ്റലേഷൻസിനെ ഒന്നുമില്ല, ടെററിസ്റ്റ് ഇൻസ്റ്റലേഷൻസിനെ മാത്രം ആക്രമിക്കാൻ പോകുന്നു എന്നൊരു മെസ്സേജ് അങ്ങോട്ട് കൊടുക്കുമ്പോൾ ഇതും അവർ വിശ്വസിക്കില്ല. ഇറ്റ് ഇസ് എൻ ആർട്ട് ഓഫ് ഡിസെപ്ഷൻ. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്.
പിന്നെ അത് തന്നെയല്ല, ഇപ്പൊ നമുക്കൊരു അറ്റാക്ക് വരുന്ന സമയത്ത് നമ്മുടെ ഭാഗത്തു നിന്ന് എന്തൊക്കെ നഷ്ടമായെന്ന് ഡെന്നി സാർ കൃത്യമായിട്ട്. രഘു സർ, ഒരു Yes, sir. അതിനകത്തൊരു ചെറിയൊരു അയ്യോ, നമ്മൾ എന്താണ് അറ്റാക്ക് ചെയ്ത് കേരള കഴിഞ്ഞിട്ടാണ് ഡിന്നിയാ? നമ്മൾ പറഞ്ഞത്. അതെ അതെ ഡിജിഎംഒയുടെ ആ ബ്രീഫിംഗിന് ഡിജിഎംഒ പറഞ്ഞത്, ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഘായ് പറഞ്ഞത്, അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഡിജിഎംഒ വിളിച്ച് പറയുന്നത് പാകിസ്ഥാൻ ഡിജി ഞങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ ഒരു മിലിറ്ററി സ്ട്രൈക്ക്. അപ്പൊ നമ്മൾ അതിന് മുൻപല്ല, അത് കഴിഞ്ഞിട്ടാണ്. അതിന് മുമ്പ് ഒരു ട്വീറ്റ് ഉണ്ടായിരുന്നു നമ്മുടെ ഇന്ത്യൻ ആർമിയുടെ ഭാഗത്തുനിന്ന്. ഒരു 15 മിനിറ്റ്, ഒരു 13 മിനിറ്റ് മുമ്പ് ഒരു ട്വീറ്റ് ഉണ്ടായിരുന്നു. അത് തൊട്ട് മുമ്പായിട്ട്. സോ വാട്ട് എവർ ഇറ്റ് ഇസ് ബേസിക്കലി ഇറ്റ് ഇസ് ഡിസീവിങ് ദി എനിമി. അതാണ് അതിന്റെ ഒരു കോൺസെപ്റ്റ്. ഇവിടെ നമ്മുടെ വിമാനങ്ങൾ, അപ്പൊ ഇപ്പോഴും നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഡമ്മി വിമാനങ്ങൾ, ആളില്ലാ വിമാനങ്ങൾ വിട്ടിട്ട് ഈ സുഖോയ് 30യെയും അതുപോലെ എന്താ പറയാ റഫാൽ വിമാനങ്ങളെയൊക്കെ ഇമിറ്റേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള വിമാനങ്ങൾ വിട്ടിട്ട് അവരെ ഡിസീവ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആക്ച്വൽ വാട്ട് ഇസ് ദ ലോസ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഫിഗേഴ്സ് ഇപ്പോഴും നമുക്ക് പുറത്ത് വിടാൻ പറ്റില്ല. ഈവൻ നമ്മുടെ ബാലക്കോട്ട് ആക്രമണത്തിന്റെ അല്ലെങ്കിൽ 71 വാറിലെ ചില സ്ട്രാറ്റജികൾ പോലും ഇപ്പോഴും മിലിറ്ററിയുടെ കയ്യിൽ സീക്രട്ട് ആയിട്ട് അവരുടെ കയ്യിലിരിപ്പുണ്ട്. അതുപോലും പുറത്ത് വിടാൻ പാടില്ല. അപ്പൊ ഇതൊക്കെ ചോദിക്കുക എന്ന് പറയുന്നത് ഒന്നുകിൽ അത് ബാലിശമാണ്, അല്ലാന്നുണ്ടെങ്കിൽ അത് വിവരക്കേടാണ്, അല്ലെങ്കിൽ അത് ഒരു പക്ഷേ പാകിസ്ഥാനെ സഹായിക്കാൻ തന്നെ. കാരണം ഈ ഇൻഫർമേഷൻ ഡെന്നി സാർ പറഞ്ഞ പോലെ തന്നെ പാകിസ്ഥാൻ തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഇൻഫർമേഷൻസ് ആണ് നമ്മുടെ ചില രാഷ്ട്രീയക്കാർ ഇവിടെ ചോദിക്കുന്നതും അവരോട് അതിന് മറുപടി പറയാൻ നിർബന്ധിതരാക്കുന്നത്. ഇതൊക്കെ ഒരു പൊളിറ്റിക്കൽ സ്റ്റണ്ടായിട്ട് ഇതിനെ കാണണ്ട. ഇതിനെ ഒരു പക്ഷേ നമ്മളെ ഡിസീവ് ചെയ്യാനായിട്ട് നമ്മുടെ ആൾക്കാർ തന്നെ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി ആണോ എന്ന് പോലും നമുക്ക് സംശയിക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് ഇപ്പൊ നിൽക്കുന്നത്. അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ മിലിറ്ററി ഓപ്പറേഷൻസ് അത് മിലിറ്ററി ഹാൻഡിൽ ചെയ്യട്ടെ. അത് എന്തിനാ അത് ഈ പൊളിറ്റീഷ്യൻസ് ഹാൻഡിൽ ചെയ്യണത്? ഇപ്പൊ ഒരു പൊളിറ്റിക്കൽ ഒരു അപ്രൂവൽ വേണ്ട ഒരു സാഹചര്യം. ഇപ്പൊ നമുക്കറിയാം, പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിർത്തിയിൽ ഇങ്ങോട്ട് വെടിവെച്ചാൽ തിരിച്ച് വെടിവെക്കാൻ വേണ്ടിയിട്ട് വരെയും ഡൽഹിയിൽ നിന്ന് അപ്രൂവൽ വേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. പൊളിറ്റിക്കൽ അപ്രൂവൽ കൊടുത്തു, മിലിറ്ററിക്ക് ഒരു ഫുൾ ഫ്രീഡം കൊടുത്തു കഴിഞ്ഞാൽ ലെറ്റ് ദ മിലിറ്ററി ഹാൻഡിൽ ഇറ്റ് എന്നൊരു തീരുമാനം വന്നു കഴിഞ്ഞാൽ. ശരി ശ്രീ രഘുനാഥ് നായർ. ശ്രീ വസന്ത് തെങ്ങുംപള്ളി, എന്താണ് പാകിസ്ഥാന് ഇന്ത്യ കൈമാറിയത് അല്ലെങ്കിൽ നേരത്തെ അറിയിച്ചത് എന്നാണ് രാഹുൽ ഗാന്ധി ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ തുടർച്ചയായി രാഹുൽ ഇത്തരമൊരു ആരോപണം കേന്ദ്ര സർക്കാരിനെതിരെ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ആക്രമണം മുൻകൂട്ടി പാകിസ്ഥാനെ അറിയിച്ചു, ഇതൊരു ക്രിമിനൽ കുറ്റമാണ്, എത്ര യുദ്ധവിമാനങ്ങൾ നഷ്ടപ്പെട്ടു, ഈ വിവരം പുറത്തുവിടണം എന്നൊക്കെ. എന്ത് വിവരം അറിയിച്ചു എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? അല്ല, എനിക്ക് മുമ്പ് സംസാരിച്ചത് ആരാണ്? എനിക്ക് മുമ്പ് സംസാരിച്ചത് മിസൈൽ നിരീക്ഷകനാണോ? ശ്രീ രഘുനാഥ് നായർ, അദ്ദേഹം റിട്ടയർഡ് വ്യോമസേന ഓഫീസറാണ്. അതിനു മുമ്പ് കേണൽ ഡിന്നി, രണ്ടുപേരും സംസാരിച്ചിരുന്നു. അല്ല, ഞാൻ വരുമ്പോ എനിക്ക് ഏറ്റവും ആദ്യം എനിക്ക് മുമ്പ് സംസാരിച്ച ആൾ പറഞ്ഞത് പണ്ട് അതിർത്തിയിൽ തിരിച്ചു വെടിവെക്കണമെങ്കിൽ ഡൽഹിയിൽ നിന്ന് അപ്പോയിന്റ്മെന്റ് വേണമായിരുന്നു, ഡൽഹിയിൽ നിന്ന് ഓർഡർ പുറപ്പെടണമായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ എന്ത് ബോധ്യത്തിലാണ്, എന്ത് ഉദ്ദേശത്തിലാണ് അദ്ദേഹം സംസാരിക്കുന്നതെന്ന് കേൾക്കുന്നവർക്ക് മനസ്സിലാവുമെന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നത്. രണ്ടാമതൊരു കാര്യം, ശ്രീ രാഹുൽ ഗാന്ധി വെറുതെ ഒരു ദിവസം രാവിലെ എന്നാൽ ഇന്ന് കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചു കളയാം എന്ന് പറഞ്ഞ് എഴുതിയ ട്വീറ്റോ പറഞ്ഞ വാക്കോ അല്ലല്ലോ. ഞങ്ങളാണ് ഈ രാജ്യത്ത് ഏറ്റവും ആദ്യം ഇത് പാക് സ്പോൺസർഡ് ടെററിസം ആണ് എന്ന് വിളിച്ചു പറഞ്ഞ പാർട്ടി. അങ്ങനെ ഏറ്റവും ആദ്യം ഈ ലോകത്ത് പറഞ്ഞ നേതാവിന്റെ പേര് തന്നെ രാഹുൽ ഗാന്ധി എന്നാണ്. കോൺഗ്രസിന് CWC, കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയാണ് ഏറ്റവും ആദ്യം ഇത് പാക് സ്പോൺസർഡ് ടെററിസം ആണെന്നും ഈ സമയത്ത് രാഷ്ട്രീയം പറയാനില്ലെന്നും സർക്കാരിനൊപ്പം അടിയുറച്ചു നിൽക്കാനാണ് ഞങ്ങളുടെ തീരുമാനമെന്നും പറഞ്ഞത്. അതിനുശേഷം കോൺഗ്രസിന്റെ താഴെത്തട്ടിലുള്ള സംസ്ഥാന തലത്തിലുള്ള വിവിധ നേതാക്കൾ മറ്റഭിപ്രായങ്ങൾ പറഞ്ഞപ്പോൾ അവരെ വളരെ ക്ലിയറായി അങ്ങനെ പറഞ്ഞുകൂടാ, കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിക്ക് ഒരു തീരുമാനമുണ്ട്, അഖിലേന്ത്യാ പ്രസിഡന്റിന് ഒരു തീരുമാനമുണ്ട്, അതാണ് പാർട്ടി ലൈൻ, അതിനപ്പുറത്ത് പറഞ്ഞാൽ നടപടി നേരിടും എന്ന് പറഞ്ഞ പാർട്ടിയുടെ പേര് കോൺഗ്രസ് എന്നാണ്. BJPക്കുള്ളിൽ നിന്ന് സോഫിയ ഖുറേഷിയെയും മറ്റുള്ള ഈ ആന്റി ടെററിസ്റ്റിക് ഓപ്പറേഷന് നേതൃത്വം കൊടുത്തവരെയൊക്കെ കടന്നാക്രമിച്ചവർ ഇന്നും പാർട്ടിക്കുള്ളിൽ മന്ത്രിമാരായി മുഖ്യമന്ത്രിമാരായി വിലസുന്ന സമയത്താണ് കോൺഗ്രസ് ഈ സ്റ്റെപ്പ് എടുത്തതെന്ന് ഓർക്കണം. എങ്ങനെയാണ് രാഹുൽ ഗാന്ധി ഇത്തരം ഒരു സ്റ്റേറ്റ്മെന്റിലേക്ക് വന്നത്? വിദേശകാര്യമന്ത്രി ജയശങ്കർ, അദ്ദേഹമാണല്ലോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രതിരോധ വകുപ്പ് മന്ത്രിയേക്കാൾ കൂടുതൽ ഈ വിഷയത്തിൽ ഇൻവോൾവ് ചെയ്ത് മാധ്യമങ്ങളോട് സംസാരിക്കുന്ന വിദേശകാര്യമന്ത്രിയാണ് ജയശങ്കറാണ്. ശ്രീ ജയശങ്കർ വളരെ കൃത്യമായി പറയുന്നു, ഞങ്ങൾ തുടക്കത്തിലെ ഇത് അറിയിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ ആർമി പറഞ്ഞതല്ല, വിദേശകാര്യമന്ത്രി പറയാണ് ഞങ്ങൾ ഈ ആക്രമണത്തിന് മുമ്പ് തന്നെ പാകിസ്ഥാനെ അറിയിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ ആ അറിയിച്ചത് ഒരു ക്രൈമാണ് എന്നാണ് രാഹുൽ ഗാന്ധി. പക്ഷേ ശ്രീ വസന്ത് തെങ്ങുംപള്ളി, അത് ഇന്ത്യയുടെ ഒരു നിലപാടായിരുന്നു, അത് ഇന്ത്യയുടെ നയമായിരുന്നു. പാകിസ്ഥാനിലെ ഭീകരരെയാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്, അതല്ലാതെ സൈനികരെയോ സാധാരണ ജനങ്ങളെയോ അല്ല എന്നുള്ളത് ഇന്ത്യയുടെ ഒരു മെസ്സേജ് ആയിരുന്നു. അതാണ് വിദേശകാര്യമന്ത്രി പറഞ്ഞത് ശ്രീ വസന്ത് തെങ്ങുംപള്ളി. അതല്ലാതെ ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്ത് ഞങ്ങൾ ആക്രമണം നടത്താൻ പോവുകയാണ് എന്ന് പാകിസ്ഥാനെ അറിയിക്കുകയായിരുന്നില്ല.
അവിടെയാണ് പ്രശ്നം. രണ്ട് പ്രശ്നങ്ങൾ. ഒന്ന്, ഈ രണ്ട് ലൈനും കൂട്ടി വായിച്ചാൽ മാത്രമേ രാഹുൽ ഗാന്ധി ഉദ്ദേശിച്ചത് എന്താണെന്നും അതിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്നും മനസ്സിലാവുന്നു. ഒന്ന്, പാകിസ്ഥാനെ അറിയിച്ചോ? എന്തിനറിയിച്ചു? അതിന് ജയശങ്കറിനെ ആര് ഡെലഗേറ്റ് ചെയ്തു? പ്രതിരോധ വകുപ്പ് മന്ത്രിയാണോ? രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണോ? രാജ്യത്തിന്റെ സർവ്വസൈന്യാധിപനായ ഇന്ത്യൻ പ്രസിഡന്റ് തന്നെയാണോ ജയശങ്കറിനെ ഡെലഗേറ്റ് ചെയ്തത്? അതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, നമുക്ക് നമ്മുടെ യുദ്ധവിമാനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടോ? അല്ല, പറ്റി അറിയിച്ച കാര്യത്തിൽ നിങ്ങൾ പറയുന്ന രാഹുൽ പറയുന്നതിൽ കൺഫ്യൂഷൻ ഉണ്ട് ശ്രീ വസന്ത് തെങ്ങുമ്പള്ളി. എന്തറിയിച്ചു എന്നാണ്? അറിയിക്കുകയാണെങ്കിൽ ഇപ്പോൾ ക്രിമിനൽ കുറ്റമാണ് എന്നൊക്കെ പറയുമ്പോൾ ഇന്ന സ്ഥലത്ത് ഈ 9 ഭീകര കേന്ദ്രങ്ങളും ഞങ്ങൾ അറ്റാക്ക് ചെയ്യാൻ പോവുകയാണ് എന്ന് പാകിസ്ഥാനെ മുൻകൂട്ടി അറിയിച്ചു എന്നാണോ രാഹുൽ ഗാന്ധി ഉദ്ദേശിക്കുന്നത്? അതൊക്കെ ആന മണ്ടത്തരമല്ലേ അത്? നെവർ ക്ലാരിഫൈ ചെയ്യണേ. നമ്മൾ അവിടെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നു എന്ന്, ഇന്ന് ഞങ്ങൾ അവിടെ അറ്റാക്ക് ചെയ്യുമെന്ന് പറയുമ്പോൾ അവർ കൂടുതൽ വിജിലന്റ് ആവും. അങ്ങനെ വിജിലന്റ് ആയതിന്റെ ഭാഗമായി, ഈ മുൻകൂട്ടിയുള്ള അറിയിപ്പിന്റെ ഭാഗമായി നമ്മൾക്ക് ഒരു പുറകോട്ടടി ഉണ്ടായിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയാണ് കൃത്യമായി എത്ര യുദ്ധവിമാനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്, അത് റഫേൽ വിമാനങ്ങൾ ഉണ്ടോ, ഉണ്ടെങ്കിൽ തന്നെ നോക്കൂ, 60,000 കോടിയുടെ കരാറാണ് നമ്മൾ ഫ്രാൻസുമായി ഏർപ്പെട്ടിരിക്കുന്നത്. ആ റഫേൽ വിമാനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് അറിയേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. കാര്യം എന്താ? ആ റഫേൽ വിമാനങ്ങൾ ഇൻവിസിബിൾ ആണ്. മറ്റാർക്കും ഒരു സൈനിക അഭ്യാസത്തിനും സൈനിക സംവിധാനത്തിനും ഒരു മിസൈലിനും അതിനെ തകർക്കാനാവില്ല എന്നുള്ള അവരുടെ വാക്കിന്മേലാണ് നമ്മൾ റഫേൽ വാങ്ങിയത്. അല്ല, ഈ മുൻകൂട്ടി അറിയിച്ച കാര്യത്തിൽ ഇപ്പോഴും ക്ലാരിറ്റി ഇല്ല കേട്ടോ. മുൻകൂട്ടി അറിയിച്ചത് വിദേശമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞത് ഈ മെസ്സേജ് പാകിസ്ഥാന് നൽകിയിട്ടുണ്ട് എന്നാണ്. അത് ഇന്ത്യയുടെ നയമായിരുന്നു, ഇന്ത്യയുടെ നിലപാടായിരുന്നു. അത് ആദ്യം തുടക്കത്തിലെയും ഇപ്പോഴത്തെയും നിലപാട് അത് തന്നെയാണ്. ഇനി അറ്റാക്ക് ചെയ്താലും അത് തന്നെയാണ് ഇന്ത്യയുടെ നിലപാടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ധുവിൻ്റെ ഉദ്ദേശ ലക്ഷ്യവും അത് തന്നെയാണ്. പാകിസ്ഥാനിലെ ഭീകരരെയാണ് ഇന്ത്യ ലക്ഷ്യം വെച്ചത്. അത് കഴിഞ്ഞ് പാകിസ്ഥാൻ ഡ്രോണുകളും മിസൈലുമായിട്ട് ആക്രമിച്ചപ്പോഴാണ് അത് ഉത്ഭവിക്കുന്ന സ്ഥാനത്ത് പ്രഹരമേൽപ്പിച്ചത്, അവരുടെ സൈനിക കേന്ദ്രങ്ങളെയും വ്യോമത്താവളങ്ങളെയും ആക്രമിച്ചത്. ഇത് ക്ലിയർ ആണല്ലോ. പിന്നെ എന്നിട്ടും എന്താണ് കൺഫ്യൂഷൻ എന്നാണ് ശ്രീ വസന്ത്? ശ്രീ മഞ്ജുഷ്, ആ സ്ട്രാറ്റജിക് ഓപ്പറേഷൻ അതൊരു ബ്ലണ്ടർ ആയിരുന്നോ എന്നുള്ളത് തിരിച്ചറിയണമെങ്കിൽ നമുക്ക് എത്രത്തോളം നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നതിന്റെ കണക്കെടുക്കേണ്ടതായി വരും. നേരത്തെ അറിയിച്ചതുകൊണ്ട് അവർക്ക് വിജിലന്റ് ആവാൻ, അവിടെ തിരിച്ച് പ്രത്യാക്രമണം നടത്താൻ, അവർക്ക് പ്രിപ്പയർഡ് ആവാൻ, അവർക്ക് അലേർട്ടഡ് ആവാൻ ഉള്ള സമയം കിട്ടിയോ എന്നുള്ളതാണ് സ്വാഭാവികം. ഡിന്നി, അതിനുള്ള മറുപടി അങ്ങനെ അലർട്ടാകാൻ പാകിസ്ഥാന് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ്. രാഹുലും ഇതേ കാര്യം തന്നെയാണ് കേട്ടോ പറയുന്നത്. അല്ല, അത് തന്നെയാണ് ഞങ്ങളുടെ, അതിലാണ് ഞങ്ങൾ. ശരി ഡിന്നി, അഡ്വക്കേറ്റ് വസന്തിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇങ്ങനത്തെ ഈ മേഖലയിൽ പ്രവർത്തിച്ചില്ലാത്തതുകൊണ്ടുള്ള ധാരാളം എക്സ്പീരിയൻസ് ഇല്ല എന്നുള്ള ഒരു വസ്തുത ഞാൻ അംഗീകരിക്കുന്നു. കാരണം അദ്ദേഹം ആ ഒരു നിന്നുകൊണ്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അതുകൊണ്ട് ഐ കംപ്ലീറ്റ്ലി അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ഫസ്റ്റ്ലി അഡ്വക്കേറ്റ് വസന്ത്, ഒരു 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ സൈന്യം ഒരു ഓപ്പറേഷൻ ചെയ്യാൻ പോകുമ്പോൾ നമ്മളിത് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ ആരും ചെയ്യാറില്ല. സർപ്രൈസ് ആണ് ഇതിന്റെ ഏറ്റവും ബിഗസ്റ്റ് ഫാക്ടർ. അവരുടെ സർപ്രൈസ്, അവരെന്താണ് ഇന്നലെ ബിലാൽ ഭുട്ടോ എന്താ പറഞ്ഞത്? രാത് കെ അന്ധേരമേ കോയി ആസാ ആത്ത എന്ന് പറഞ്ഞാൽ അത് വലിയ മേമായിട്ട് നടക്കുന്നുണ്ട്. ഇപ്പം ഫുൾ എല്ലാവരും കളിയാക്കി നടക്കുന്നത്. അതായത് ഒരു കള്ളന്മാരെ പോലാണോ നിങ്ങൾ ഞങ്ങളെ ആക്രമിക്കാൻ വന്നത്, നിങ്ങൾ എന്തുകൊണ്ട് പകൽ ചെയ്തില്ല എന്ന് പറഞ്ഞിട്ടാണ് അവിടെ പാകിസ്ഥാൻ ബിലാൽ ഭുട്ടോ അസംബ്ലിയിൽ പറഞ്ഞത്. സോ ഇതൊരു ബേസിക് ബേസിക് ഓപ്പറേഷന്റെ ഫിലോസഫിയാണ്, അല്ലെങ്കിൽ അതിന്റെ പ്രിൻസിപ്പിൾ ആണ് സർപ്രൈസ് എന്നുള്ളത്. ആ സർപ്രൈസ് ഇല്ലെങ്കിൽ ആ ഓപ്പറേഷൻ ഫെയിലിയർ ആണ്. അപ്പൊ നമ്മുടെ ഇത്രയും 15 ദിവസം നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് വെച്ചാൽ സർപ്രൈസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ്. നമ്മൾ വിദേശകാര്യമന്ത്രി ജയശങ്കർ പറയുന്നത്. അതെ, ഞാൻ അത് പറഞ്ഞില്ല. അതിന്റെ കാര്യം തന്നെ ഞാൻ പറയാം. നമുക്ക് അതിന്റെ ക്രോണോളജി ഞാൻ പറയാം. നമ്മൾ ഈ ഓപ്പറേഷൻ സിന്ദൂർ ചെയ്തു. ഓപ്പറേഷൻ സിന്ദൂർ ചെയ്ത് നെക്സ്റ്റ് ഡേ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻ ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഘായ് അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്താണ്? അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ ഇന്നലെ രാത്രി ഓപ്പറേഷൻ സിന്ദൂർ ലോഞ്ച് ചെയ്ത് 9 ടെറർ ക്യാമ്പ്സ് ലിസ്റ്റ്, അതായത് ആദ്യം കേണൽ സോഫിയ ഖുറേഷി പറഞ്ഞ 21-ൽ 9 ഞങ്ങൾ സ്ട്രൈക്ക് ചെയ്തിരുന്നു. അതിനകത്ത് ഞങ്ങൾ സ്ട്രൈക്ക് ചെയ്ത ടാർഗറ്റ്സ് അച്ചീവ് ചെയ്തു. ഇൻഫ്രാസ്ട്രക്ചർ ഡാമേജ് വന്നു. അതിനകത്ത് ടെററിസ്റ്റുകളെ ഞങ്ങൾ ന്യൂട്രലൈസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഈ ഓപ്പറേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ, ഇത് ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഘായുടെ സ്റ്റേറ്റ്മെന്റ് ആണ്, ജയശങ്കർ മിനിസ്റ്റർ പറയുന്ന മുമ്പുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഞങ്ങൾ ഞാൻ DGMO പാകിസ്ഥാനെ വിളിച്ച് സംസാരിച്ചു. ഹോട്ട്ലൈൻ ഒരു കോൾ ഉണ്ട്. അത് അഡ്വക്കേറ്റ് വസന്ത് അറിയായിരിക്കും. 2 രാജ്യങ്ങൾ തമ്മിൽ DGMO ലെവൽ ഒരു ഹോട്ട്ലൈൻ കോൾ ഉണ്ട്. അത് 24 മണിക്കൂറും പ്രവർത്തനമാണ്. എപ്പോൾ വേണമെങ്കിലും വിളിച്ച് അത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ഡ്യൂട്ടി ഓഫീസേഴ്സ് ഉണ്ട് ആ മിലിറ്ററി ഓപ്പറേഷൻസിന്റെ ബ്രാഞ്ചിൽ. അപ്പൊ ഈ ഓപ്പറേഷൻ കഴിഞ്ഞ് രാത്രി തന്നെ ഞാൻ വിളിച്ചു സംസാരിച്ചു ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസിന്. ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ അറ്റാക്ക് ചെയ്തേക്കുന്നത് ടെറർ ഇൻഫ്രാസ്ട്രക്ചർ ആണ്, ഞങ്ങൾ മിലിറ്ററി സ്റ്റേഷൻസിനെ ഞങ്ങൾ ടാർഗറ്റ് ചെയ്തിട്ടില്ല, ഇതൊരു എസ്കലേറ്ററിയിലേക്ക് പോകാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് ഞങ്ങൾ പറഞ്ഞപ്പോ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് പാകിസ്ഥാന്റെ പറയാണ്, ഞങ്ങൾ ഇതിന് തിരിച്ചടിക്കും,
ഈ വേർഡും പറഞ്ഞത് നമ്മുടെ DGMO ആണ്, ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഘായ് ആണ്. അപ്പൊ ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഘായ് പറഞ്ഞ ശേഷം കഴിഞ്ഞിട്ടാണ് വിദേശകാര്യ മന്ത്രിയും പറഞ്ഞത് ഇതേ കാര്യം തന്നെ. ഒരു ഇതിനകത്ത് പറഞ്ഞത്, at the start of the operations we mentioned that this is an attack against terror എന്ന്. at the start of the operation തന്നെയാണ് അഡ്വക്കേറ്റ് വസന്ത്. ഇപ്പോഴും ആ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടില്ല, ആ ഓപ്പറേഷൻ ഇൻ പ്രോഗ്രസ് ആണ്, നമ്മുടെ ഒഫീഷ്യൽ സ്റ്റാൻഡ് ഇൻ പ്രോഗ്രസ് ആണ്. ഇന്നും എനിക്ക് തോന്നുന്നു പോർച്ചുഗലിലോ എവിടെയോ ഒരു എംബസിയുടെ മുമ്പിൽ പാകിസ്ഥാൻകാര് വന്നിട്ട് വലിയ രീതിയിൽ പ്ലക്കാർഡ് കാണിച്ചപ്പോൾ നമ്മൾ അവിടുത്തെ എംബസി എഴുതിയ ഓപ്പറേഷൻ സിന്ദൂർ ഈസ് ഇൻ പ്രോഗ്രസ് എന്ന്. അപ്പൊ നമ്മുടെ ഓപ്പറേഷൻ ഇൻ പ്രോഗ്രസ് ആണ്. നമ്മളെ ഇപ്പോഴും നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ ഫൈറ്റർ പൈലറ്റ്സും നമ്മുടെ സൈനികരും അവിടെ ബോർഡറിൽ തന്നെ ഉണ്ട്. കാരണം പാകിസ്ഥാനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല, അവർ വേണ്ടെങ്കിൽ ഇനി എന്തെങ്കിലും ചെയ്യും. അതുകൊണ്ട് ഈ ഓപ്പറേഷൻ ഇൻ പ്രോഗ്രസ് ആണ്. ജയശങ്കർ മിനിസ്റ്റർ പറഞ്ഞത് അറ്റ് ദി സ്റ്റാർട്ട് ഓഫ് ദി ഓപ്പറേഷൻ തന്നെയാണ്. അതിനകത്ത് തെറ്റെന്താണ്? phase 1 നമ്മൾ സ്ട്രൈക്ക് ചെയ്തു, അത് കഴിഞ്ഞിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു അവർ ചെയ്യുന്നുള്ളത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇത് എന്തെങ്കിലും ഒരു പോയിന്റ് കണ്ടുപിടിക്കാൻ. രണ്ടാമതായിട്ട് അങ്ങ് പറഞ്ഞത്, അഡ്വക്കേറ്റ് വസന്ത് അങ്ങ് പറഞ്ഞത് റഫാൽ യുദ്ധവിമാനം ആർക്കും കാണാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ അതൊരു മിസൈൽ ജസ്റ്റ്, അതൊക്കെ ആക്ച്വലി പറഞ്ഞാൽ അത് കറക്റ്റ് അല്ല, അത് ശരിയല്ല. അതിനകത്ത് എനിക്കൊന്ന് രഘു സാറിന് കുറച്ചുകൂടെ പറയാൻ പറ്റും, ബിക്കോസ് ഈസ് ഫ്രം എയർഫോഴ്സിൽ, പുള്ളി അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് പറയാൻ പറ്റും. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ, ഐ എം ഷുവർ അഡ്വക്കേറ്റ് വസന്ത്, ഞാനും അങ്ങയും ശ്രീ ശ്രീജിത് പണിക്കരും രഘു സാറും ഒക്കെ ഇവിടെ ഇരിക്കുന്നവർ, നമ്മൾ എല്ലാവർക്കും വലുത് ഫൈറ്റർ പ്ലെയിൻ ആണോ അതോ നമ്മുടെ സൈനികരാണോ? എനിക്ക് ഒരു സംശയമില്ലല്ലോ നമ്മുടെ സൈനികരാണെന്ന്. നമ്മുടെ ഇതേ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പം നമ്മളെ ഡയറക്ടർ ജനറൽ ഓഫ് എയർ ഓപ്പറേഷൻസ് എയർ മാർഷൽ ഭാരതി പറഞ്ഞത്, എന്റെ എല്ലാ പൈലറ്റ്സും തിരിച്ചു വന്നിരിക്കുന്നു, എന്റെ എല്ലാ പൈലറ്റ്സും വീട്ടിൽ തിരിച്ചെത്തിക്കഴിഞ്ഞു. എന്നെ സംബന്ധിച്ചുള്ള അഡ്വക്കേറ്റ് വസന്ത്, എന്റെ പൈലറ്റ്സ് ആണ് കൂടുതൽ ഇമ്പോർട്ടന്റ്. അസറ്റ്സ് ഇനിയും വരും. അസറ്റ്സ് പോയാലും അല്ല, ഞാൻ ഇപ്പൊ പോയില്ലെന്നല്ല ഞാൻ പറഞ്ഞു, അസറ്റ്സ് ഇനിയും വരും. പക്ഷെ പൈലറ്റ് വരാൻ പാടാണ്. ഒരു പൈലറ്റിനെ ട്രെയിൻ ചെയ്ത് എടുക്കുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. ഒരു പൈലറ്റ് ലോസ് ആയി ആ കുടുംബത്തിന് ലോസ് ആണ്, രാജ്യത്തിന് ലോസ് ആണ്. അസറ്റ് നമുക്ക് വീണ്ടും കൊണ്ടുവരാം, പൈസ കൊണ്ടുവന്ന് വീണ്ടും കിട്ടും. പക്ഷെ അതുകൊണ്ട് നമ്മുടെ പൈലറ്റ്സ് ഒക്കെ സേഫ് ആണെന്ന് വളരെ വ്യക്തമായിട്ട് ഈ ഓപ്പറേഷൻ കഴിഞ്ഞ് നമ്മുടെ ഡയറക്ടർ ജനറൽ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞതാണ്. ശ്രീ പണിക്കർ, കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ ചോദ്യങ്ങളിൽ അപാകത കാണുന്നുണ്ടോ താങ്കൾ? 100% മഞ്ജുഷ്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ ശ്രീ വസന്ത് പറയുന്നതും കോൺഗ്രസിന്റെ ശ്രീ രാഹുൽ ഗാന്ധി പറയുന്നതും കോൺഗ്രസിന്റെ മറ്റു വക്താക്കളായിട്ടുള്ള ശ്രീ പവൻ ഖേര അടക്കമുള്ള ആൾക്കാർ പറയുന്നതും ജയറാം രമേശ് പറയുന്നതും എല്ലാം നമ്മൾ ഈ അറ്റാക്ക് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് എന്തോ രഹസ്യ വിവരം പാകിസ്ഥാനെ അറിയിച്ചു എന്നാണ്. അപ്പോൾ അതിൽ പവൻ ഖേരയുടെ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ആ പവൻ ഖേരയും പറയുന്നത് ബിഫോർ ദി ഓപ്പറേഷൻസ് കമൻസ്ഡ് എന്നാണ്. അതായത് ഈ ഓപ്പറേഷൻ സിന്ദൂർ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ പാകിസ്ഥാനെ വിളിച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പോവുകയാണ് എന്ന് മുൻകൂട്ടി അറിയിച്ചു എന്നാണ്. ഇവിടെ ശ്രീ വസന്ത് ഉപയോഗിച്ച വാക്കുകളും അങ്ങനെയാണ്. നമ്മൾ അറ്റാക്ക് ചെയ്യാൻ പോകും മുൻപ് എന്ന് അദ്ദേഹം പറഞ്ഞു, നേരത്തെ അറിയിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെയല്ല, അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിട്ടില്ല. നമ്മുടെ DGMO രാജീവ് ഘായുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല, എസ് ജയശങ്കറിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. ജയശങ്കർ പറഞ്ഞത് അറ്റ് ദ സ്റ്റാർട്ട് ഓഫ് ദി ഓപ്പറേഷൻ എന്നാണ്. അറ്റ് ദ സ്റ്റാർട്ട് ഓഫ് ദി ഓപ്പറേഷനും ബിഫോർ ദ സ്റ്റാർട്ട് ഓഫ് ദി ഓപ്പറേഷനും രണ്ട് കാര്യങ്ങളാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ട്, ഇത് സർപ്രൈസ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഇതിപ്പോ ഇദ്ദേഹം ചെയ്തിരിക്കുന്ന എന്തോ രാജ്യദ്രോഹ കുറ്റമാണ് എന്ന രീതിയിലാണ് കോൺഗ്രസ്സുകാർ പറയുന്നത്. എസ്പിയനാജ് എന്ന വാക്ക് തന്നെയാണ് പവൻ ഖേര ഉപയോഗിക്കുന്നത്. നോക്കൂ, ആദ്യം പത്രസമ്മേളനം നടത്തുന്ന സമയത്ത് ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഘായ്, അദ്ദേഹമാണ് നമ്മുടെ മിലിറ്ററി ഓപ്പറേഷൻസിന്റെ ഡയറക്ടർ ജനറൽ, അദ്ദേഹം പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്: even though we did attempt to reach out and communicate our compulsion to strike at the heart of terror to my counterpart in the immediate wake of Operation Sindoor. നോക്കുക, ബിഫോർ ഹാൻഡ് അല്ല, ഇൻ ദ ഇമ്മീഡിയറ്റ് വേക്ക് ഓഫ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന വാക്കാണ്. അതായത് ഓപ്പറേഷൻ സിന്ദൂർ തുടങ്ങിയപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. അതായത് ആ ഫസ്റ്റ് സെറ്റ് ഓഫ് അറ്റാക്ക് കഴിഞ്ഞതിന് ശേഷം അവരെ വിളിച്ചു പറഞ്ഞു, ദ റിക്വസ്റ്റ് വാസ് ബ്രസ്ക്ലി ടേൺ ഡൗൺ. ഇമ്മീഡിയറ്റ്ലി അത് അവർ ടേൺ ഡൗൺ ചെയ്തു. എന്ത്? നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഇൻഫർമേഷൻ നമുക്കതിന് വേണ്ട, വിത്ത് an intention that a severe response was inevitable and in the offing. We were of course prepared. നമ്മൾ തയ്യാറായിരുന്നു എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ആ സ്ട്രൈക്ക് നടത്തിയതിനു ശേഷം DGMO അപ്പുറത്തെ DGMOയെ വിളിച്ചിട്ട് സെക്യൂർ ഹോട്ട്ലൈൻ ഉണ്ട്, അദ്ദേഹം ഈ കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. അപ്പോൾ അത് തന്നെയാണ് ജയശങ്കർ പിന്നീട് പറഞ്ഞിരിക്കുന്നത്. അറ്റ് ദ സ്റ്റാർട്ട് ഓഫ് ദി ഓപ്പറേഷൻസ് ഞങ്ങൾ ഇത് പറഞ്ഞു, വി ഗേവ് ദം ആൻ അഡ്വൈസ്, പക്ഷേ ദേ ഡിഡ് നോട്ട് വാണ്ട് ദാറ്റ് അഡ്വൈസ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരും പറഞ്ഞിരിക്കുന്നത് വളരെ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള പൊസിഷനാണ്. ഇനി കോൺഗ്രസ് പറഞ്ഞിരിക്കുന്നതാണ് ശരിയെങ്കിൽ, ഒന്ന്, ഇവർ രണ്ടുപേരും പറഞ്ഞിരിക്കുന്നത് അനുസരിച്ച് ബിഫോർ ദ സ്റ്റാർട്ട് ഓഫ് ദി ഓപ്പറേഷൻ എന്ന് പറയണമായിരുന്നു, അല്ലെങ്കിൽ ബിഫോർ ദ കമൻസ്മെന്റ് ഓഫ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയണമായിരുന്നു. അങ്ങനെ ഒരു വാക്കേ വന്നിട്ടില്ല. അങ്ങനെ ഒരു വാക്ക് വരാതെ ഈ എസ്പിയനാജ് എന്ന് പറയുന്ന വലിയ വാക്കുകളൊക്കെ തന്നെ എന്തിനാണ് കോൺഗ്രസ്സുകാർ ഉപയോഗിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യം. രണ്ട്, ഈ ലീക്ക് ഉണ്ട് എന്ന് പറയുന്ന സമയത്ത് ഈ ലീക്കിന്റെ എവിഡൻസ് എവിടെയാണ്? എന്ത് തരത്തിലുള്ള ലീക്കാണ്? പാകിസ്ഥാൻ ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ.
ഞങ്ങളെ ഇൻഫർമേഷൻ ഇവിടുത്തെ വിദേശകാര്യമന്ത്രി ലീക്ക് ചെയ്ത് തന്നിരിക്കുകയാണ് എന്ന് പാകിസ്ഥാൻ പറഞ്ഞിട്ടില്ല. മറ്റൊരു കാര്യം, എസ് ജയശങ്കർ എന്ന് പറഞ്ഞാൽ സാധാരണ ഏതെങ്കിലും ഒരു വ്യക്തി വിദേശകാര്യമന്ത്രി പോലെ ആകുന്നതല്ല. അദ്ദേഹം ഒരു സീസൺഡ് ഡിപ്ലോമാറ്റാണ്. ഡിപ്ലോമാറ്റ് ആയിരുന്നിട്ട് എങ്ങനെയാണ് നയതന്ത്രം പ്രവർത്തിക്കുന്നത് എന്നതിനെക്കുറിച്ച് കൃത്യമായി ധാരണയുള്ള, ഇന്ത്യയുടെ ഫോറിൻ ഡിപ്ലോമസിയെക്കുറിച്ച് കൃത്യമായി ധാരണയുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെയാണ് നമ്മൾ ഈ ചുമതലയിലേക്ക് കൊണ്ടുവരുന്നത്. അടുത്തത്, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ഈ പറയുന്ന ആരോപണങ്ങൾ പൂർണ്ണമായും രാഷ്ട്രീയമായിട്ടുള്ള ആരോപണങ്ങളാണ്. ഓപ്പറേഷൻ സിന്ദൂറിന് പൂർണ്ണമായ പിന്തുണ പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഓപ്പറേഷൻ സിന്ദൂർ വഴി നമുക്ക് എത്ര എയർക്രാഫ്റ്റ് നഷ്ടപ്പെട്ടിട്ടുണ്ട്, നമ്മൾ നേരത്തെ തന്നെ ഇൻഫർമേഷൻ കൊടുത്തിരിക്കുമ്പോൾ വിദേശകാര്യ മന്ത്രി ചെയ്തിരിക്കുന്നത് ഒരു ക്രൈമാണ്, അത് നടത്തിയിരിക്കുന്നത് എസ്പിയനാജ് ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ് നേരത്തെ പറഞ്ഞിരുന്ന ഈ വെടിനിർത്തലോടുകൂടി, ഈ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തൽ പ്രഖ്യാപനത്തോടുകൂടി കോൺഗ്രസിന്റെ ഓപ്പറേഷൻ സിന്ദൂറിനുള്ള പിന്തുണയും കോൺഗ്രസ് പിൻവലിച്ചു. അവിടെ ഉണ്ടായിരുന്ന വെടിനിർത്തലും കോൺഗ്രസ് അവസാനിപ്പിച്ചു. പിന്നെ വെടിപൊട്ടിക്കാൻ തുടങ്ങി. ഇത് രാഷ്ട്രീയമായിട്ടുള്ള ആരോപണമല്ലേ? ഇതിൽ എന്ത് ക്രിമിനൽ ഒഫൻസ് ആണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് എന്നാണ് പറയുന്നത്? ഇത് നേരത്തെ ഇൻഫോം ചെയ്തു, ലീക്ക് ചെയ്തു എന്നാണ് പറയുന്നത് എങ്കിൽ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പോലും ഉണ്ടായിട്ടില്ല. പിന്നെ ഇപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, അതായത് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി പാകിസ്ഥാന്റെ ചാരനെ പോലെ പെരുമാറുന്നു എന്ന രീതിയിൽ എസ്പിയനാജ്, ചാരപ്രവൃത്തി നടത്തിയിരിക്കുന്നു, ഇന്ത്യയുടെ എത്ര വിമാനങ്ങൾ നഷ്ടപ്പെട്ടു, ഈ രണ്ട് ഇൻഫർമേഷൻ കൊണ്ട് ആർക്കാണ് ഗുണം? ഇന്ത്യക്കാർക്ക് ഗുണമുണ്ടോ? ഇന്ത്യയിലെ സർക്കാരിന് ഗുണമുണ്ടോ? ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഗുണമുണ്ടോ? പോട്ടെ, ഇന്ത്യയുടെ സൈന്യത്തിന് ഗുണമുണ്ടോ? ഇല്ല. പാകിസ്ഥാൻ സ്വാഭാവികമായിട്ടും ഇത് ഉപയോഗപ്പെടുത്തും. ഇതിനു മുൻപ് ഓപ്പറേഷൻ സിന്ദൂറിന് മുൻപ് പാകിസ്ഥാനിൽ നിന്ന് തുടർച്ചയായിട്ട് ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാക്കളുടെ ശബ്ദമായിരുന്നു അവർ ഉപയോഗിച്ചു വന്നിരുന്നത്. അത് ഇനിയും എക്സാക്ട്ലി. അപ്പൊ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ, ഇത് ഡീമോറലൈസ് ചെയ്യുന്നത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയാണ്, ഇന്ത്യൻ സൈന്യത്തിനെയാണ്. അതായത് അവരവരുടെ ചോരയും നീരും കൊടുത്ത് അവരുടെ ജീവൻ പോലും ബലിയർപ്പിക്കാൻ തയ്യാറായിട്ട് അവർ ഈ ഓപ്പറേഷൻസ് ചെയ്യുമ്പോൾ അവരുടെ DGMO, ഞാൻ പറഞ്ഞ പൊളിറ്റിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് നിങ്ങൾ വിട്ടോളൂ, ജയശങ്കറിനെ നിങ്ങൾ തൽക്കാലത്തേക്ക് ഈ പറയുന്ന പോലെ ഒരു ഒരു ടേൺ കോട്ട് പൊളിറ്റീഷ്യൻ എന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തെ ട്രൈറ്റർ എന്നുള്ള രീതിയിലത്തേക്കൊക്കെ ഇവർ ഉദ്ദേശിക്കുന്ന രീതിയിലത്തേക്ക് നിങ്ങളങ്ങ് മാറ്റി വെച്ചോളൂ. പക്ഷേ ഈ സ്റ്റേറ്റ്മെന്റ് ആദ്യം പറഞ്ഞതാരാ? ഈ സൈന്യത്തിനെ റെപ്രസെന്റ് ചെയ്യുന്ന മിലിറ്ററി ഓപ്പറേഷൻസിന്റെ DGMO ആണെന്നേ. ആ DGMO പറഞ്ഞിരിക്കുന്ന കാര്യത്തിനെ പോലും കോൺഗ്രസിന് വിശ്വാസമില്ല എങ്കിൽ സൈന്യത്തിനെ, ഇന്ത്യയുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ഡിമോറലൈസ് ചെയ്യുകയും പാകിസ്ഥാനെ സഹായിക്കുകയും ചെയ്യുന്ന പ്രസ്താവനകളാണിത്. ഇടപെടുകയാണ് ശ്രീ എം എസ് വേണുഗോപാൽ കൂടിയുണ്ട്. ശ്രീ എം എസ് വേണുഗോപാൽ, ഈ പ്രസ്താവന മാത്രമല്ല ഇതിന്റെ ഭാഗത്തു നിന്നും ജയറാം രമേശ് പറഞ്ഞ കാര്യമാണ്. ഈ സർവകക്ഷി സംഘത്തെ വിദേശ രാജ്യങ്ങളിലേക്ക് അയച്ച് ഇന്ത്യയുടെ നിലപാടിന് പിന്തുണ കിട്ടുവാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുകയാണല്ലോ. സർവകക്ഷി സംഘം പോകാനിരിക്കുകയാണ്. ഇന്ന് അവരുടെ ബ്രീഫിംഗും ഒക്കെ ഉണ്ടായിരുന്നു. ഇതുകൊണ്ട് ഗുണമില്ല എന്നാണ് ഇന്ന് ജയറാം രമേശ് പറഞ്ഞത്. ഞങ്ങൾ സഹകരിക്കുന്നു എന്നേ ഉള്ളൂ, സർവകക്ഷി സംഘം പൊയ്ക്കോട്ടെ, ഞങ്ങളുടെ പ്രതിനിധികളെയും അയക്കുന്നു, പക്ഷേ അതുകൊണ്ട് ഗുണമില്ല എന്ന് പറയുകയാണ്. ഇതും ഒരു ഇരട്ടത്താപ്പാണല്ലോ. തീർച്ചയായിട്ടും കോൺഗ്രസ് ഈ കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് കാണിക്കുന്ന പ്രവൃത്തികളും വാക്കുകളും മുഴുവൻ ഇന്ത്യയിലെ ജനതയിൽ നിന്ന് ഒറ്റപ്പെടുന്ന രീതിയിലാണ് കാണിക്കുന്നത്. അവർക്ക് രാഷ്ട്രീയം എപ്പോൾ കളിക്കണം, ദേശീയത എപ്പോൾ കളിക്കണം, ഡിപ്ലോമസി എപ്പോൾ കളിക്കണം എന്നത് അറിയാനോ അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കാനോ ആളില്ലാത്ത ഒരു സാഹചര്യം വന്നിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഈ വലിയ ക്രിക്കറ്റ് കളി നടക്കുമ്പോൾ കണ്ടിട്ടില്ലേ, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ക്രിക്കറ്റ് കളി നടക്കുമ്പോൾ ഇന്ത്യ ജയിച്ച് നിൽക്കുമ്പോൾ 5-6 പേര് വന്ന് കരിങ്കൊടി കാണിക്കും. അപ്പോൾ അവിടുത്തെ സ്റ്റേഡിയം മുഴുവൻ ആ വ്യക്തികളെ എങ്ങനെ കാണുന്നു എന്ന് എങ്കിലും മനസ്സിലാക്കാൻ, മിനിമം നോളജ് വെച്ച്, കോമൺ സെൻസ് വെച്ച് മനസ്സിലാക്കാൻ കോൺഗ്രസ് തയ്യാറായില്ലെങ്കിൽ കോൺഗ്രസ് വലിയ അധപ്പതനത്തിലേക്ക് ചേരും എന്നുള്ളതാണ്. ഇവിടെ എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ വിദേശകാര്യ മന്ത്രിയെ ലോകം മുഴുവൻ അംഗീകരിച്ചിരിക്കുന്നത് സ്മാർട്ട് ഫോറിൻ മിനിസ്റ്റർ എന്നാണ്. നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു ഫോറിൻ മിനിസ്റ്റർ കിട്ടിയതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തി എന്നാണ് യൂറോപ്പിലെയും ഫാർ ഈസ്റ്റിലെയും മുഴുവൻ രാഷ്ട്രങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പാകിസ്ഥാൻ്റെ ചാരനായി പ്രവർത്തിച്ചു എന്ന് പറയുക എന്ന് പറഞ്ഞാൽ അതിൽ പരം ഒരു നാണക്കേട് ഈ ഇന്ത്യയിലെ പ്രധാന പ്രതിപക്ഷ കക്ഷിക്ക് ഈ വൈതരണി വേളയിൽ ഇന്ത്യയോട് ചെയ്യാനുണ്ടോ? അപ്പോൾ ഇതൊക്കെ ചെന്ന് കൊണ്ടെത്തിക്കുന്നത് അവരെ എവിടെയാണ്? ഒരൊറ്റ കാര്യം എനിക്ക് മനസ്സിലായിട്ടുള്ളത്, കഴിഞ്ഞ കുറേ നാളായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് എവിടെ എന്ത് പ്രവർത്തിക്കണമെന്ന് അറിഞ്ഞുകൂടാ. പാർലമെൻറ്റിൽ കയറിയിട്ട് അവർ ചിലപ്പം രാംലീല മൈതാനത്തിലെ യോഗത്തിൽ പ്രവർത്തിക്കുന്ന പോലെയാണ് പ്രവർത്തിക്കുക. ഒന്നിച്ച് കയറി വരിക, ബഹളം ഉണ്ടാക്കുക, പ്ലക്കാർഡ് കാണിക്കുക. അതും കുറഞ്ഞ വ്യക്തികളൊന്നുമല്ല, വെറും ഏഴാങ്കൂലി പ്ലക്കാർഡുകൾ കാണിച്ചുകൊണ്ട് എന്നിട്ട് സ്പീക്കറുടെ ശാസന കിട്ടുക, എടുത്ത് മാറ്റാൻ പറയുമ്പോൾ മാറ്റാതിരിക്കുക, പിന്നെ ഇങ്ങനെ കൊച്ചു പിള്ളേർ കാണിക്കുന്ന പോലെ പൊക്കി കാണിക്കുക. ഇതൊക്കെ കാണിക്കുന്നത് അല്ല, പ്രതിപക്ഷം ചെയ്യുന്നതാണ്. പക്ഷേ ഇത്ര തരം താഴ്ന്ന രീതിയിൽ കാണിക്കുന്നത് പോലെയാണ് ഇപ്പോൾ കാണിക്കുന്നതെന്ന് ഞാൻ പറയാൻ വന്നത്. ആ വിഷയമല്ല ഞാൻ പറയാൻ വന്നത്. ഇപ്പോഴും അതേ ശൈലിയാണ് തുടരുന്നത്. ഡോക്ടർ ശശി തരൂർ പറഞ്ഞത് എന്താണ്? അതാണ് കറക്റ്റായിട്ടുള്ള ഭാഷ്യം.
അതായത് ഇന്ത്യ ഹിറ്റ് സ്മാർട്ട്ലി, ഇന്ത്യ ഹിറ്റ് സ്ട്രോങ്ലി ആൻഡ് സ്മാർട്ട്ലി എന്ന് അദ്ദേഹം പറഞ്ഞത്. ആ പറഞ്ഞതാണ് അതിൻ്റെ ശരിയായ വാചകം. അതായത് ഇന്ത്യ ഏറ്റവും ശക്തമായി നേരിട്ടു എന്ന് ആക്രമിച്ചു എന്ന് മാത്രമല്ല, ഏറ്റവും സ്മാർട്ടായിട്ട്. അതാണ് അതിൻ്റെ പ്രത്യേകത. ഇന്ന് ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ പ്രകീർത്തിക്കുന്നതും ഭയക്കുന്നതും ഇതാണ്. 3 ദിവസം കൊണ്ട് ഇത്ര കുറഞ്ഞ ചെലവിൽ ഏറ്റവും കൂടിയ പ്രഹരം കൊടുത്തുകൊണ്ട് ഒരു യുദ്ധം നടത്താൻ ഇന്ത്യക്ക് കഴിഞ്ഞു എന്ന് പറയുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിയെയും ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയെയും ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രിയെയും ഇന്ത്യയുടെ ഈ 3 ഫോഴ്സിനെയും ലോകം അംഗീകരിച്ചിരിക്കുന്നുള്ളതാണ്. അതിന്റെ ഒരു പ്രതിഫലനമാണ് ഇന്ത്യൻ മിസൈലുകൾ വേണം, ഇന്ത്യയുടെ ആകാശം വേണം. ജയറാം രമേശിന്റെ വാക്കുകൾ ഇന്ന് ഇങ്ങനെയാണ്: ഇന്ത്യയും പാകിസ്ഥാനെയും ഈ രാജ്യങ്ങൾ താരതമ്യപ്പെടുത്തുകയാണ്, അതുകൊണ്ട് ഈ സർവകക്ഷി സംഘത്തിന്റെ ഈ യാത്ര കൊണ്ട് ഗുണമില്ല എന്നാണ്. അതായത് ഇന്ത്യക്കൊരു മേൽക്കൈ കിട്ടിയെന്ന് അംഗീകരിക്കുവാൻ കോൺഗ്രസ് തയ്യാറല്ല. അവിടെയും വെട്ടിലായിരിക്കുകയാണ്. കാരണം അവർ ഇപ്പോൾ ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയ പ്രവൃത്തി എന്താണ്? ഇന്ത്യയുടെ പാർലമെന്ററി കാര്യ കമ്മിറ്റി, വിദേശ പാർലമെന്ററി കാര്യ കമ്മിറ്റിയുടെ ചെയർമാനെ, അതായത് അവർ തന്നെ തിരഞ്ഞെടുത്ത് അയച്ച ആളിനെ തഴഞ്ഞിട്ട് മറ്റ് 4 പേരുടെ പേര് കൊടുക്കുന്നു. അത് വിമർശനമായപ്പം അദ്ദേഹത്തിനെ കൂടി ഇപ്പോൾ അംഗീകരിക്കുന്നു എന്ന് പറയുന്നു. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് തങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ എന്താണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്, അതിൻ്റെ വിപരീതമാണ് വരുന്നതെന്ന് അറിയുമ്പോൾ പിന്നെയും മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ആലോചിക്കാതെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, ഇപ്പോൾ BJPക്കോ അല്ലെങ്കിൽ ഈ ഗവൺമെൻറ്റിനോ ഉണ്ടായിരിക്കുന്ന മേൽക്കോയ്മ ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ തങ്ങൾക്ക് അടിയാകുമോ എന്നവർ ഭയക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സത്യം. നാളെ വരുന്ന ബീഹാർ ഇലക്ഷനിലോ അത് കഴിഞ്ഞ് അടുത്ത വർഷം വരാനിരിക്കുന്ന ബംഗാൾ, ആസാം ഇലക്ഷനിലോ ഞങ്ങൾക്ക് എങ്ങനെ വരുമെന്നുള്ള ഭയത്തിന് ഇപ്പോഴേ മുൻകൂട്ടി എറിയുകയാണ്. ഇത് അവസരോചിതമല്ലാത്ത ഇത്തരം മുൻകൂട്ടി എറിയലുകൾ ഇവർക്ക് യഥാസമയത്ത് ഇത് പറഞ്ഞാൽ പോലും ഏക്കാത്ത ഒരു അവസ്ഥയിൽ വരും. നമ്മൾ പറയില്ലേ, പുലി വരുന്നേ എന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ട് യഥാർത്ഥത്തിൽ പുലി വന്നാൽ പോലും ഇവർക്ക് അത് തെളിയിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. ആ ഒരു ഗതികേടിലേക്കാണ് കോൺഗ്രസ് പോയിക്കൊണ്ടിരിക്കുന്നത്. ന്യായം എന്താണോ അതിനൊപ്പം നിൽക്കുക. ഇപ്പോൾ ഇവർ പഠിക്കേണ്ട ഒരു പാഠം, നരേന്ദ്രമോദി വളരെ സ്ട്രോങ് ആണ്. അദ്ദേഹത്തിൻ്റെ ചില സ്ട്രോങ് പോയിൻറ്റ്സ് ഉണ്ട്. ആ സ്ട്രെങ്ത്തിനെ അറ്റാക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഒരിക്കലും ഇവിടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പച്ച പിടിക്കാൻ പറ്റില്ല. പക്ഷേ അദ്ദേഹത്തിന് വീക്ക്നെസ്സുകളുണ്ട്. ആ വീക്ക്നെസ്സുകളിൽ നിങ്ങൾക്ക് അറ്റാക്ക് ചെയ്യാൻ കഴിയുന്നുമില്ല. ആ വീക്ക്നെസ്സുകൾ ഉള്ളത് അദ്ദേഹം ഭംഗിയായി മറച്ചു വയ്ക്കാൻ കഴിയുന്നുണ്ട്. അദ്ദേഹത്തിന് നിങ്ങളെ ട്രാപ്പിലാക്കാൻ കഴിയുന്നുണ്ട്. അത്തരത്തിലൊരു ട്രാപ്പ് കൂടെയാണ് ഇപ്പോഴത്തെ ഈ വിദേശ പ്രതിനിധി സംഘം എന്നുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. ശരി, ശ്രീ വസന്ത് തെങ്ങമ്പള്ളി, രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനകൾ മാത്രമല്ല ജയറാം രമേശിന്റെ പ്രസ്താവനകളും വെട്ടിലാക്കുകയാണല്ലോ കോൺഗ്രസിനെ. ഇപ്പോൾ സർവകക്ഷി സംഘത്തെ നിങ്ങൾ പിന്തുണയ്ക്കുന്നു, അതേസമയം തന്നെ പോയിട്ട് ഗുണമില്ല എന്നും പറയുന്നു. അതും ഒരു ഇരട്ടത്താപ്പാണല്ലോ. എനിക്ക് മുമ്പ് സംസാരിച്ച മഹാരഥൻ അദ്ദേഹത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞത് ദേശീയത എപ്പോൾ കളിക്കണം, അല്ലെങ്കിൽ നാഷണൽ മൂവ്മെന്റിനെ പറ്റി എപ്പോൾ സംസാരിക്കണം, എപ്പോൾ കളിക്കണം എന്ന് കോൺഗ്രസിന് അറിയില്ല എന്നുള്ളതാണ്. അങ്ങ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കോൺഗ്രസിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ദേശീയത അടക്കമുള്ള വിഷയങ്ങൾ, രാജ്യവുമായി ബന്ധപ്പെട്ട രാജ്യസ്നേഹം അടക്കമുള്ള വിഷയങ്ങൾ ഞങ്ങൾക്ക് കളിക്കാനുള്ളതല്ല. അത് അങ്ങേക്ക് ഒരുപാട് സ്നേഹമുള്ള അങ്ങ് വല്ലാതെ കൊട്ടിഘോഷിക്കുന്ന നരേന്ദ്രമോദിക്കും പറ്റിയ പ്ലേ ഗ്രൗണ്ടാണ്. ഞങ്ങൾ ഏതായാലും ദേശീയത എടുത്ത് കളിക്കാനുള്ളവരല്ല. ഗോഷ്ടിയാണ് കാണിക്കുന്നത്, കളിക്കുക പോലും അല്ല. ഇപ്പൊ നിങ്ങൾ ഗോഷ്ടിയാണ് കാണിക്കുന്നത്. അതിനേക്കാൾ അധപ്പതിച്ച പ്രവൃത്തിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദയവായി അത് അവസാനിപ്പിച്ചിട്ട് നിങ്ങൾ കളിക്കുകയെങ്കിലും ചെയ്യും. അത് കുറച്ചുകൂടെ ഭേദമാണ്. അങ്ങയുടെ ക്ലാസിന്റെ ആവശ്യമില്ല. അങ്ങ് BJP. അതെ, ഞാൻ BJPയുടെ അഖിലേന്ത്യാ നേതാവാണ്. അല്ല, അങ്ങ് അഖിലേന്ത്യാ പ്രസിഡന്റ് ആയാലും എനിക്ക് കുഴപ്പമില്ല. അത്തരം ക്ലാസ്സുകളൊക്കെ ബാരാർജി ഭവനിൽ പോയി എടുത്താൽ മതി. അങ്ങനെ ആണെങ്കിൽ, അല്ലെങ്കിൽ നാഗ്പൂർ ആസ്ഥാനത്ത് പോയി എടുത്താൽ മതി. എന്നെ പഠിപ്പിക്കാൻ വരണ്ട. നിങ്ങളെ പഠിപ്പിച്ചാൽ ആർക്കും ശരിയാവില്ല. അത് വ്യക്തമാക്കുന്നതാണ് ഈ കാര്യം. അങ്ങേ പഠിപ്പിച്ചാൽ ആർക്കും മനസ്സിലാവില്ല. ഏറ്റവും കൂടുതൽ BJP എന്നുള്ള ലേബലിലെങ്കിലും ചർച്ചയിൽ വന്നിരിക്കാനുള്ള മാന്യത കാണിക്കണം. അല്ല, അദ്ദേഹത്തിന്റെ നിലപാട് പറഞ്ഞതാണ് രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന രീതിയിൽ. അദ്ദേഹം BJPയുടെ പ്രതിനിധി അല്ല. ശ്രീ വസന്ത് തെങ്ങമ്പള്ളി, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത നിലപാട് പറയുമ്പോൾ ഈ രീതിയിലല്ല സംസാരിക്കേണ്ടത്. താങ്കൾ പറയൂ, താങ്കളുടെ നിലപാട് പറയൂ. അല്ല, ഞാൻ ചോദിക്കുന്നത് കോൺഗ്രസിനെതിരെ അദ്ദേഹത്തിന്റെ വാക്കുകളിട്ട് അമ്മാനമിട്ട ആരോപണങ്ങൾ ഉന്നയിക്കാം. അപ്പൊ അതിനെ പ്രതിരോധിക്കാനാണ് ഞാൻ ഇവിടെ കോൺഗ്രസ് പ്രതിനിധിയായിരിക്കുക. അപ്പൊ എനിക്കത് പറയാൻ പാടില്ല. അതിന്റെ ഇടയ്ക്ക് അദ്ദേഹം ഇടപെടുകയാണല്ലോ. എന്ത് സഹിഷ്ണുതക്കുറവാണ് അദ്ദേഹത്തിന്. അല്ല, അത് വ്യക്തിപരമായി പറഞ്ഞുകൊണ്ടാണ്. അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് താങ്കളാണ് ആദ്യം പറഞ്ഞത്. മഹാരഥൻ എന്നൊക്കെ പറഞ്ഞത് ഒരു ആക്ഷേപ സ്വരമാണ് താങ്കൾ ഉന്നയിച്ചത്. അതുകൊണ്ടാണ് അദ്ദേഹം ഇടപെട്ടത്. താങ്കൾ പറഞ്ഞോളൂ, വസന്ത് പറഞ്ഞോളൂ, അദ്ദേഹം പറഞ്ഞതിന് മറുപടി പറയൂ. ഓക്കെ. പിന്നെ അദ്ദേഹം പറഞ്ഞത് പാർലമെന്റിൽ പ്ലക്കാർഡുമായി ഈ കുട്ടിക്കുരങ്ങന്മാർ എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. നോക്കൂ, പാർലമെന്റിനുള്ളിൽ പ്ലക്കാർഡുമായി എത്രയോ നേതാക്കൾ ഇറങ്ങി നിന്നിട്ടുണ്ട്. അത് ജനസംഘത്തിന്റെ നേതാക്കൾ ഇറങ്ങി നിന്നിട്ടുണ്ട്. 2 പേരുള്ള സമയത്ത് പോലും. BJPയുടെ നേതാക്കൾ, സുഷമ സ്വരാജ് അടക്കമുള്ള പ്രതിപക്ഷ നേതാക്കൾ, അവരിറങ്ങിയിട്ടില്ലേ പ്ലക്കാർഡുമായി പാർലമെന്റിന്റെ നടുത്തളത്തിൽ? അന്നൊന്നും
ഈ സ്പീക്കർ മറ്റേ സസ്പെൻഷന്റെ വടിയെടുത്ത് അവരെ ആരും പേടിപ്പിച്ചിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നോക്കൂ, മുമ്പുണ്ടായിരുന്ന പ്രതിപക്ഷം രാജ്യം ഒരു വലിയ അടിയന്തര സാഹചര്യത്തിൽ നേരിട്ടപ്പോൾ എങ്ങനെയാണ് ഇടപെട്ടതെന്ന് അങ്ങ് മറന്നുപോയോ? മുംബൈ ഭീകരാക്രമണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഗുജറാത്തിലെ എല്ലാ പ്രധാനപ്പെട്ട പത്രങ്ങളിലും സർക്കാർ സ്പോൺസർ പരസ്യം കൊടുത്തില്ലേ? ഇത് സർക്കാരിന്റെ വീഴ്ചയാണ്, സെൻട്രൽ ഗവൺമെന്റിന്റെ വീഴ്ചയാണ്, പ്രധാനമന്ത്രി രാജിവെച്ച് പുറത്തു പോകണമെന്ന് പരസ്യം കൊടുത്ത ആളുടെ പേര് നരേന്ദ്രമോദി എന്നാ. ഇപ്പൊ അങ്ങ് പറഞ്ഞ ശക്തരിൽ ശക്തനായ ധീരരിൽ ധീരനായ നരേന്ദ്രമോദി ഗുജറാത്തിൽ ആക്രമണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സൈന്യമോട് തീവ്രവാദികളുമായി ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നവംബർ 29-ാം തീയതി അന്ന് ഗുജറാത്തിൽ ഇറങ്ങിയ എല്ലാ പത്രങ്ങളിലും സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് പണമെടുത്ത് പരസ്യം കൊടുത്തു. എന്തായിരുന്നു അന്ന് നരേന്ദ്രമോദിയുടെ നിലപാട്? അന്ന് ഭീകരതയ്ക്കൊപ്പം രാജ്യം ഒരുമിച്ച് നിൽക്കണമെന്ന് കോൺഗ്രസ് ഗവൺമെന്റ് പറഞ്ഞപ്പോ നരേന്ദ്രമോദി ഗുജറാത്തിൽ BJP ആസ്ഥാനത്തിരുന്ന് പ്രസ് മീറ്റ് നടത്തിയത് ഇപ്പോഴും ന്യൂസ് 18 അടക്കം ആർക്കൈവ്സിലുണ്ട്, നിങ്ങൾ എടുത്തൊന്ന് കണ്ടാൽ മതി. അപ്പൊ ഇതിനു മുമ്പ് പ്രതിപക്ഷം എന്ത് നിലപാടാണ് സ്വീകരിച്ചു പോന്നിരുന്നതെന്നും ഇപ്പോഴുള്ള പ്രതിപക്ഷം എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത് എന്നതുമാണ് നമ്മൾ താരതമ്യം ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ പാകിസ്ഥാൻ ഒരു തിരിച്ചടി നൽകിയപ്പോൾ അതിനെ കൂടി അധിക്ഷേപിക്കുന്ന രീതിയിലായിപ്പോയി. അല്ലെങ്കിൽ അത് വ്യക്തമായിട്ട് ക്ലാരിഫൈ ചെയ്യണം. പാകിസ്ഥാനെ ഇന്ത്യ മുൻകൂട്ടി അറിയിച്ച് ആക്രമണം നടത്തി എന്നൊക്കെ പറയുമ്പോൾ അതിനെ ന്യായീകരിക്കത്ത രീതിയിൽ ഒരു കാര്യവും നിങ്ങൾക്ക് തുടർന്ന് പറയുവാൻ പറ്റുന്നില്ല. അതാണ് പ്രശ്നം. എത്രത്തോളം ക്ലാരിഫിക്കേഷൻ വന്നു? ഇന്ന് പാർലമെന്റ് സമിതിയിലും ഇക്കാര്യം വിദേശകാര്യ സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്കത് ക്ലാരിഫൈ ചെയ്യാൻ പറ്റുന്നില്ല, വെറുതെ ഒരു ആക്ഷേപം ഉന്നയിക്കുന്നു, അത്രയേ ഉള്ളൂ. അല്ല, അദ്ദേഹം അത് പറയാം. അതിനു മുമ്പ് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യത്തിന് കൂടി ഉത്തരം. രണ്ട്, വിദേശ സർവകക്ഷി സംഘവുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം പറഞ്ഞ പാർലമെന്റിന്റെ ഏതോ ഒരു സമിതിയുടെ അധ്യക്ഷനായിരുന്നു ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് BJP പിക്കപ്പ് ചെയ്തത്. അദ്ദേഹത്തെ വിടില്ലായിരുന്നു തീരുമാനിച്ചു. എന്തുകൊണ്ടാണ്? സർവകക്ഷി സംഘം എന്ന് പറഞ്ഞാൽ എല്ലാ കക്ഷികളുടെയും റെപ്രസെന്റേറ്റീവ്സ് ആണ് ഉണ്ടാവുക. ആ റെപ്രസെന്റേറ്റീവ് ആരാവണമെന്ന് തീരുമാനിക്കേണ്ട അതാത് പാർട്ടികളാണ്. നരസിംഹ റാവു ഗവൺമെന്റിന്റെ കാലത്ത് വാജ്പേയി പോയിട്ടില്ലേ ഈ സർവകക്ഷി സംഘത്തെ നയിച്ചുകൊണ്ട്? അന്ന് BJP-യിൽ നിന്ന് ആരാണ് വരേണ്ടതെന്ന് നരസിംഹറാവു ആണോ തീരുമാനിച്ചത്? രണ്ടാമത് UP അങ്ങനെയാണെങ്കിൽ ചോദ്യം, ഇദ്ദേഹത്തിന് ശശി തരൂരിന് എന്ത് അയോഗ്യതയാണുള്ളത്? ശശി തരൂരിനേക്കാൾ ഏത് കേമനാണുള്ളത് വിദേശ രാജ്യങ്ങളുമായി സംവദിക്കാൻ? പറയാമെന്ന് UP ഗവൺമെന്റിന്റെ കാലത്ത് ഇതുപോലൊരു സർവകക്ഷി സംഘം വിദേശ രാജ്യങ്ങളിൽ പോയിട്ടില്ലേ? അന്ന് BJP-യിൽ നിന്ന് ആരാണ് വരേണ്ടതെന്ന് ഞങ്ങളാണോ തീരുമാനിച്ചത്? ആണോ? UP ഗവൺമെന്റ് ആണോ പറഞ്ഞത്? അല്ലല്ലോ. ശശി തരൂരിനെ മാത്രമല്ലല്ലോ BJP വിളിച്ചത്, സൽമാൻ ഖുർഷിദിനെ വിളിച്ചില്ലേ? സൽമാൻ ഖുർഷിദ് പറഞ്ഞില്ലേ കമ്മ്യൂണിക്കേറ്റ് വിത്ത് മൈ പാർട്ടി, എന്റെ പാർട്ടി. അന്ന് വാജ്പേയിയുടെ മഹത്വം അറിയാമായിരുന്നു കേന്ദ്ര സർക്കാർ, അതുകൊണ്ട് അങ്ങനെ ചെയ്തു. ഇപ്പോൾ ശശി തരൂരിനെ കൊണ്ട് പറ്റുമെന്ന് കേന്ദ്ര സർക്കാരിന് ബോധ്യമായി അദ്ദേഹത്തെ വിളിച്ചു. വേറെ ആരെ വിളിക്കണമെന്നാണ്? നിങ്ങൾ കൊടുത്ത പട്ടികയേക്കാൾ മികച്ചവരുണ്ട് എന്ന് കേന്ദ്ര സർക്കാരിന് ബോധ്യം വന്നു, നിങ്ങൾക്കല്ല എന്ന് പറയാമോ? സർവകക്ഷി സംഘത്തിന്റെ മാസ്കർ എന്താ? സർവകക്ഷി സംഘമാണെങ്കിൽ ആ സർവകക്ഷി സംഘത്തിൽ ആരെ വിടണമെന്ന് തീരുമാനിക്കുന്നത് അതാത് പാർട്ടികൾ തന്നെയാണ്. അങ്ങനെ ആരെങ്കിലും പോയിട്ട് എന്താണ് കാര്യം? അങ്ങനെ ആരെങ്കിലും പോയിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇന്ത്യയുടെ നിലപാട് പാകിസ്ഥാനെതിരെ വിദേശ രാജ്യങ്ങളെ അറിയിക്കുന്നതിനാണ് പോകുന്നത്. ആരെങ്കിലും വിട്ടിട്ട് കാര്യമില്ല. നോ, കോൺഗ്രസുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തോ? ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും കൂടെ പോകുന്നു ഇരിക്കട്ടെ. അപ്പോ ന്യൂസ് 18-ൽ നിന്ന് മറ്റൊരാളെ നിങ്ങളുടെ തിരുവനന്തപുരം ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ വിടണമായിരുന്നു, അതാണല്ലോ നിങ്ങളുടെ പ്രശ്നം. അതൊക്കെ പറഞ്ഞാൽ പോരെ? രാഹുൽ ഗാന്ധിയെ വിടണമായിരുന്നു, വാജ്പേയിയെ അന്ന് വിട്ട പോലെ രാഹുൽ ഗാന്ധിയെ വിടണമായിരുന്നു, അതല്ലേ? പിന്നെ വാജ്പേയിയുമായിട്ട് താരതമ്യപ്പെടുത്തുന്നത് എന്തിനാണ്? അന്ന് പ്രതിപക്ഷ നേതാവിനെയാണ് വിട്ടതെന്ന് പറയണത് എന്തിനാണ്? എന്റെ സംശയം ഇതാണ്, കേരളത്തിൽ നിന്ന് എല്ലാ മാധ്യമങ്ങളും ഒരു വഴിക്ക് പോകുന്നു. അപ്പൊ അത് സർവ്വ മാധ്യമ സംഘം ആണ് ആ പോകുന്നത്. ന്യൂസ് 18-ൽ നിന്ന് ആര് പോകണമെന്ന് തീരുമാനിക്കേണ്ടത്? ഇത് അതുമായിട്ടൊന്നും താരതമ്യപ്പെടുത്താൻ എന്റെ വസന്ത ചുമ്മാ പൊട്ടത്തരം പറയാതെ. ഇത് പാകിസ്ഥാന്റെ ഭീകരത അല്ല, രാജ്യത്തിന്റെ പ്രശ്നമാണ്. രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം പാകിസ്ഥാന്റെ ഭീകരത ലോക രാജ്യങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടുവാൻ വേണ്ടി ഒരു സംഘത്തെ അയക്കണമെന്ന് കേന്ദ്ര സർക്കാർ തീരുമാനിക്കുമ്പോൾ അതിന് കഴിവുള്ള ആളുകളെ തന്നെ നിയോഗിക്കും. അതിൽ ശശി തരൂരിനുള്ള അയോഗ്യത എന്താണ് എന്ന് പറയേണ്ടത് നിങ്ങളാണ്. കാരണം നിങ്ങളാണ് പറഞ്ഞത് തരൂരിനെ വേണ്ട എന്ന്. രാഹുൽ ഗാന്ധിയാണ് തീരുമാനിച്ചത് തരൂരിനെ വേണ്ട എന്ന്. എന്നിട്ട് ഇപ്പോൾ പറയുന്നു പൊക്കോട്ടെ എന്ന്. അത്രയേ ഉള്ളൂ. നിങ്ങൾ മാറിയല്ലോ അതിൽ നിന്ന്. വേണുഗോപാൽ, എനിക്ക് ഒരു കാര്യം മാത്രം ശ്രീ വസന്തനോട് പറയാനുണ്ട്. ഒരു കാര്യം മാത്രം എനിക്ക് പറയാനുണ്ട്. നമ്മൾ 1947-ൽ പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിച്ചു കഴിഞ്ഞ് നമ്മൾ ഈ പ്രശ്നം UN-ൽ കൊണ്ടിടാൻ പോയപ്പോൾ നമ്മുടെ അന്ന് VK കൃഷ്ണമേനോൻ അദ്ദേഹത്തിനോട് പറഞ്ഞതാണ് നമ്മളിത് UN-ൽ കൊണ്ടുപോകരുത്, ഇത് കൊണ്ടുപോയാൽ വലിയ വിഷയമാവുന്നു. അന്ന് അവിടെ അദ്ദേഹം വിചാരിച്ചത് നമുക്കിത് വാദിച്ച് സാധിക്കാമെന്നുള്ളതാണ്. പക്ഷേ അത് അന്നത്തെ UN-ൽ ഈ പ്രശ്നം അവതരിപ്പിച്ചപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് വന്നത്
ആ UN മുഴുവൻ കീഴടക്കുന്ന അത്രയ്ക്ക് മിടുക്കനായ, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞു, മിടുക്കനായ ഒരു ഒറേറ്ററായിരുന്നു അദ്ദേഹം. അവിടെ മുഴുവൻ പേരെയും കൺവിൻസ് ചെയ്യുകയും ഇതൊരു അന്താരാഷ്ട്ര പ്രശ്നം തന്നെയാണെന്നും ഇത് ഇങ്ങനെ പെട്ടെന്ന് പരിഹരിക്കാൻ പറ്റുന്നതല്ലെന്നും എന്നും പറഞ്ഞിട്ട് അവിടെ 3-4 കാര്യങ്ങൾ തീരുമാനിച്ചതിൽ ഏറ്റവും പ്രധാനം ജനങ്ങളുടെ വോട്ട് നോക്കി നമുക്ക് ഈ സംസ്ഥാനം ഇത് എവിടെ പോകണമെന്ന് തീരുമാനിക്കാമെന്ന് വരെ തീരുമാനിക്കുന്ന വെട്ടിലേക്ക് കൊണ്ട് ചാടിച്ചു. ഇത് കാണിക്കുന്നത് എന്താണ്? നമ്മൾ ഇവിടുന്ന് അയക്കുന്നത് ആരെയാണ്, അവരവിടെ ചെന്ന് പറയുന്നത് എന്താണ്, അവർ പറയുന്നതിൽ എന്തെങ്കിലും അപാകത വന്നാൽ ഈ രാഷ്ട്രത്തിന് ഇപ്പോൾ കണ്ടില്ലേ 78 വർഷമായിട്ട് നമുക്ക് അതിൽ നിന്ന് ഊരാൻ പറ്റുന്നുണ്ടോ? കാശ്മീരിൻ്റെ പ്രശ്നത്തിൽ നമ്മൾ ഇന്നും കടന്ന് വെട്ടിലാകുന്നത് അന്ന് നമ്മളിത് UN കൊണ്ടിട്ടതും അന്ന് UN നമുക്ക് പിന്നീട് വാദിക്കാൻ കഴിയാത്തതും പിന്നീട് പക്ഷേ VK കൃഷ്ണമേനോൻ പോയി ഒരു ഉന്തുവണ്ടി നിറച്ച് പുസ്തകമായിട്ട് പോയി അവിടെ ചെന്ന് എക്സ്പ്ലെയിൻ ചെയ്തു. പക്ഷേ അപ്പോഴേക്കും തീരുമാനമായി കഴിഞ്ഞിട്ട് പിന്നെ ഈ ഇപ്പോൾ വിട്ട ആളിന് പകരം വേറൊരാളെ കോൺഗ്രസ് വിട്ട് അവിടെ പോയി തകർത്തിട്ട് യാതൊരു കാര്യമില്ല. അപ്പോൾ ഇപ്പം തന്നെ നിങ്ങളുടെ ഏറ്റവും മികച്ച ആളിനെ വിടുക എന്നുള്ളത് നിങ്ങളുടെ മാത്രം ആവശ്യമല്ല, ഈ രാഷ്ട്രത്തിൻ്റെ ആവശ്യമാണ്. ഈ രാഷ്ട്രത്തിൻ്റെ ആവശ്യത്തിന് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ അതിനെ തടുക്കുക എന്നുള്ളത് ഈ ഗവൺമെൻറ്റിൻ്റെ ബാധ്യതയാണ്. അല്ലെങ്കിൽ ഈ 140 കോടി ജനങ്ങളെയും ഇനി വരുന്ന 75-80 വർഷത്തേക്ക് നിങ്ങൾ വീണ്ടും വെള്ളത്തിലാക്കാനാണ് പോകുന്നതെന്ന് ദയവായി മനസ്സിലാക്കുക. ശരി, തരൂർ ക്ഷണം സ്വീകരിക്കുകയും ചെയ്തുവല്ലോ, അതോടുകൂടി നിങ്ങളുടെ വാദം പൊളിയുകയും ചെയ്തല്ലോ ശ്രീ വസന്ത്. അല്ല, ഞാൻ പറഞ്ഞല്ലോ ആ വിഷയത്തിൽ എന്താണ് കോൺഗ്രസിന്റെ പ്രശ്നം. X or Y എന്നുള്ളതല്ല ഞങ്ങളുടെ പ്രശ്നം. പ്രോപ്പർ വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായില്ല. അതാണ് സൽമാൻ ഖുർഷിദ് പറഞ്ഞത്. ഖുർഷിദ് പറഞ്ഞു ഐ ആം റെഡി ടു കം, സർക്കാർ വിളിക്കുമ്പോൾ രാജ്യം വിളിക്കുമ്പോൾ വരാൻ ഞാൻ തയ്യാറാണ്. പക്ഷെ അത് സർവകക്ഷി സംഘത്തിന്റെ ഭാഗമാണെങ്കിൽ പ്ലീസ് കമ്മ്യൂണിക്കേറ്റ് വിത്ത് മൈ പാർട്ടി. അതായത് പാർട്ടി ഓൾ പാർട്ടി മീറ്റിംഗോ ഓൾ പാർട്ടി ഗ്യാതറിംഗോ ആണെങ്കിൽ അതിലേക്ക് പാർട്ടിയാണ് റെപ്രസെന്റേറ്റീവിനെ അറിയിക്കേണ്ടത്. ഇനി നിങ്ങൾക്ക് X എന്ന് പറയുന്ന ഒരാളെ വേണം എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് കോൺഗ്രസുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ല? ചോദിച്ചോ, നിങ്ങളുടെ ലിസ്റ്റിൽ ഇന്നയാളെ ഞങ്ങൾക്ക് തന്നൂടെ, അല്ലെങ്കിൽ ഇന്നയാളെ ഞങ്ങൾ സജസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞോ? ഇല്ല. കോൺഗ്രസിനോട് ഒരു ലിസ്റ്റ് ആവശ്യപ്പെടുക, ആ ലിസ്റ്റ് കൊടുക്കുന്നതിന് മുമ്പ് മറ്റുള്ളവരെ വിളിക്കുക. ഒരു ക്ലാരിഫിക്കേഷൻ. എനിക്കൊന്ന് ജയറാം രമേശിന്റെ ആ ട്വീറ്റ് വായിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞു, വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ഗവൺമെന്റ് ഞങ്ങളുടെ അടുത്ത് നിന്ന് 4 MP-മാരുടെ പേര് സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അതായത് രാവിലെ ഞങ്ങളുടെ അടുത്ത് 4 പേരുടെ പേര് തരണമെന്ന് കോൺഗ്രസിന്റെ അടുത്ത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആവശ്യപ്പെട്ടു എന്ന് ജയറാം രമേശിന്റെ ട്വീറ്റ് ഉണ്ട്. ഞങ്ങൾ ഉച്ചയ്ക്ക് തന്നെ ആ 4 പേരുകൾ കൊടുത്തു. പക്ഷെ അടുത്ത ദിവസം ടു ആർ സർപ്രൈസ് ഡിഫറെന്റ് നെയിംസ് ഹാവ് കം. സോ ഇത് പാർട്ടി എടുത്ത് ചോദിച്ചിട്ടില്ല എന്ന് പറയുന്നത് ശരിയല്ല, പാർട്ടി ചോദിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, ഡോക്ടർ ശശി തരൂർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഓൺ എക്സ്റ്റേണൽ അഫയേഴ്സിന്റെ ചെയർമാൻ ആണ്. ആ ചെയർമാൻ സ്ഥാനം കൊടുത്തത് പാർട്ടി തന്നെയാണ്. അതായത് പാർട്ടിയാണ് ഡോക്ടർ ശശി തരൂരിനെ എക്സ്റ്റേണൽ അഫയേഴ്സിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആക്കിയത്. അപ്പൊ എക്സ്റ്റേണൽ അഫയേഴ്സിന്റെ ഒരു വിഷയത്തിൽ ഇതുപോലെ രാജ്യത്ത് ഇത്രയും വലിയ ക്രൈസിസ് വരുമ്പം, വെളിയിലേക്ക് പോകുമ്പം ആ ചെയർമാൻ എക്സ്റ്റേണൽ അഫയേഴ്സിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ പേര് എങ്ങനെയാണ് അതിനകത്ത് ഒഴിവാക്കാൻ പറ്റുക? ഫോർഗെറ്റ് അബൌട്ട് അദ്ദേഹത്തിന്റെ പഴയ കാലങ്ങളെല്ലാം നമുക്ക് ഓർക്കാം. ഡിപ്ലോമാറ്റ് ആയിരുന്നു, UN 10-30 വർഷം ചെയ്തിട്ടുണ്ടായിരുന്നു, അണ്ടർ സെക്രട്ടറി ആയിരുന്നു, അദ്ദേഹം ധാരാളം പുസ്തകം എഴുതി, അതെല്ലാം മറന്നു നോക്കാം. കോൺഗ്രസ് പാർട്ടി നിയോഗിച്ച സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഓൺ എക്സ്റ്റേണൽ അഫയേഴ്സിന്റെ ചെയർമാൻ, ആ ചെയർമാന്റെ പേര് എങ്ങനെയാണ് എക്സ്റ്റേണൽ അഫയേഴ്സിന്റെ ഒരു വിഷയം വരുമ്പോൾ മിസ്സാവുന്നത് എന്നാണ് എന്റെ ഹംബിൾ സബ്മിഷൻ. ഉത്തരം പറയാമല്ലോ. ഒന്ന്, അങ്ങ് ഞാൻ പറഞ്ഞതിനെ അടക്കം വളച്ചൊടിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞത് കോൺഗ്രസ് പാർട്ടിയോട് ലിസ്റ്റ് ചോദിച്ചില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. കോൺഗ്രസ് പാർട്ടിയോട് ഇന്നയാളെ ഒരു സജഷനായി പറഞ്ഞിട്ടില്ല. ഞങ്ങളോട് ആവശ്യപ്പെട്ടത് 4 പേരുടെ പേര് നൽകാനാണ്. അത് നൽകുകയും ചെയ്തു. ഇപ്പോ നിങ്ങൾ പറയുന്ന വ്യക്തി മാത്രമല്ല, അല്ലെ ഈ വിഷയത്തിൽ നിങ്ങൾ പറയുന്ന വ്യക്തി മാത്രമല്ലല്ലോ, അന്താരാഷ്ട്ര കോടതികളിൽ വാദിച്ചിട്ടുള്ള കപിൽ സിബൽ അടക്കം എത്രയോ പേർ ഈ രാജ്യത്തുണ്ട്, എത്രയോ പ്രഗത്ഭന്മാർ ഉണ്ടല്ലോ. അപ്പൊ അവരിൽ ഞങ്ങളുടെ ആവശ്യം, ഞങ്ങളുടെ പ്രശ്നം അഡ്വക്കേറ്റ് വസന്ത് ഇപ്പൊ കപിൽ സിബൽ കോൺഗ്രസിലല്ലോ, സമാജ്വാദി പാർട്ടിയിലേക്ക് പോയില്ലേ? അല്ലല്ലോ, അദ്ദേഹം നിയമവിദഗ്ധനാണ്, വിദേശകാര്യ വിദഗ്ധനല്ല. അത് നിങ്ങൾ MP-മാരുടെ ലിസ്റ്റ് കൊടുക്കാൻ പറഞ്ഞപ്പോൾ MP-മാരുടെ ലിസ്റ്റ് മാത്രമല്ല, നിങ്ങൾ കൊടുത്തതിൽ ആനന്ദ് ശർമ്മയുടെ പേരും ഉണ്ടായിരുന്നു, മുൻ കേന്ദ്രമന്ത്രി എന്ന രീതിയിൽ. അല്ല, ഞാൻ വളരെ ക്ലിയർ ആണല്ലോ. ഞങ്ങൾ പറഞ്ഞത് തരൂരിനെ ആവശ്യപ്പെട്ടിട്ടില്ല കേന്ദ്ര സർക്കാർ. ആരോട്? കോൺഗ്രസ് പാർട്ടിയോട്. ഇനി അദ്ദേഹം പറഞ്ഞതുപോലെ എക്സ്റ്റേണൽ അഫയേഴ്സിന്റെ ചെയർമാൻ എന്നുള്ള നിലയിലാണ് അദ്ദേഹത്തെ പങ്കെടുപ്പിക്കുന്നതെങ്കിൽ നല്ല കാര്യം. പക്ഷേ ഇവിടെ നിന്നുള്ള റെപ്രസെന്റേഷൻ കുറയ്ക്കാൻ പാടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. ഞങ്ങളോട് ആവശ്യപ്പെട്ടില്ല. സൽമാൻ ഖുർഷിദിനോട് പറഞ്ഞപ്പോഴും ശ്രീ ഖുർഷിദ് പറഞ്ഞ എന്താണ്, എന്നെ നിങ്ങൾ പിക്കപ്പ് ചെയ്യുകയാണെങ്കിൽ എന്റെ പാർട്ടിയുടെ റെപ്രസെന്റേറ്റീവ് ആയിട്ടാണ് എന്നെ വിളിക്കുന്നതെങ്കിൽ അത് പാർട്ടിയുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അത് വളരെ ഡീസന്റ് ഡീലാണ്, ഡീസന്റ് ഡിമാൻഡാണ്. അത് പറയുക തന്നെ ചെയ്യും. അത് ഈ പറഞ്ഞതിന്റെ പേരിൽ ഞങ്ങളെ രാജ്യദ്രോഹി ചാപ്പ കുത്താനാണ് ശ്രമമെങ്കിൽ ആ ചാപ്പ നൽകാൻ. അതായത്
തരൂര് പറഞ്ഞത് രാഷ്ട്രമാണ് വലുത്, രാഷ്ട്രീയമല്ല എന്നാണ്. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് കോൺഗ്രസ് അതിനകത്ത് രാഷ്ട്രീയം കണ്ടു എന്ന് തന്നെയാണ്. അതാണല്ലോ തരൂരിന്റെ വാക്കുകൾ എന്ന് കേൾക്കാൻ കഴിയുന്നത്. ശ്രീ രഘുനാഥ് നായർ, താങ്കൾ നേരത്തെ ഇവിടെ പറഞ്ഞപ്പോൾ വസന്ത് അതിനെ എതിർത്തിരുന്നു. അത് ഈ വിദേശത്തേക്ക് സംഘത്തെ അയക്കുന്ന വിഷയത്തിലായിരുന്നില്ല, മറിച്ച് എസ് ജയശങ്കർ പറഞ്ഞ കാര്യത്തെക്കുറിച്ചായിരുന്നു. ഓപ്പറേഷന് മുൻപ് പാകിസ്ഥാനെ അറിയിച്ചു എന്നുള്ള കാര്യം. അങ്ങനെ ഇല്ല എന്നുള്ള കാര്യം എല്ലാവർക്കും വ്യക്തമാണ്. എങ്കിലും കോൺഗ്രസ് ആരോപണം ഉന്നയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. വസന്തും അതിൽ ഉറച്ചു നിൽക്കുകയാണ്. ശ്രീ മഞ്ജുഷ്, ഇപ്പോ നമുക്ക് അതിനുള്ള സമയമായിട്ടില്ല. അത്രയും കടന്ന് പോകാനുള്ള മെച്യൂരിറ്റി നമുക്ക് ആയിട്ടില്ല. കാരണം ഓപ്പറേഷൻ സിന്ദൂർ ഇപ്പോഴും ഓണാണ്. നമ്മളിപ്പോൾ ഇത് അഫ്ഗാനിസ്ഥാനുമായിട്ട് അവിടെ ഡാം പണിഞ്ഞിട്ട് പാകിസ്ഥാനെ പിന്നെ ശ്വാസം മുട്ടിക്കാനുള്ള തയ്യാറെടുപ്പ് എടുക്കുന്നു. പിന്നെ IMF ഇപ്പോൾ പുതിയ 11 കണ്ടീഷൻസ് ആണ് പാകിസ്ഥാന്റെ മേലെ ഇന്ത്യയുടെ ഇൻഫ്ലുവൻസ് കാരണം വെച്ചിരിക്കുന്നത്. ആ ലോണ് അവർ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനകത്ത് ഇന്ത്യക്കെതിരെ അവർ പിന്നെ തീവ്രവാദം നടത്തരുതെന്നും അതുപോലെ തന്നെ അവരുടെ മിലിറ്ററി ഫണ്ടിങ് കുറയ്ക്കണമെന്നുള്ള കണ്ടീഷൻസ് വരെ അതിൽ വരുന്നുണ്ട്. അപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ ഇപ്പോൾ ഓണാണ്. അതിന്റെ കൂടെ തന്നെ പറയട്ടെ, പഞ്ചാബിൽ നിന്നും ഹരിയാനയിൽ നിന്നും ഒരുപാട് പേരെ നമ്മൾ മിലിറ്ററി ഇൻഫർമേഷൻ ലീക്ക് ചെയ്യുന്നതിന് എതിരായിട്ട് കണ്ടുപിടിച്ചിട്ട് നമ്മളിപ്പോൾ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഉത്തർപ്രദേശിൽ നിന്ന് സഹസാദ് എന്ന് പറയുന്ന ഒരാളെ പാകിസ്ഥാനിൽ അയാളുടെ ജോലി എന്ന് പറഞ്ഞാൽ അവിടുന്ന് ഗുഡ്സ് സ്മഗിൾ ചെയ്ത് കൊണ്ടുവരിക എന്നുള്ള ഒരു പ്രിടെക്സ്റ്റില് ഇയാള് ഒരുപാട് സെൻസിറ്റീവ് ഇൻഫർമേഷൻ നാഷണൽ സെക്യൂരിറ്റിയുടേതായിട്ട് പാകിസ്ഥാനിലേക്ക് കടത്തിക്കൊണ്ടിരുന്ന മനുഷ്യൻ, അയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് ഹരിയാനയിലെ ഹിസാർ എന്ന് പറയുന്ന സ്ഥലത്ത് ജ്യോതി മൽഹോത്ര എന്ന് പറയുന്ന ഒരു യൂട്യൂബറെ, അവർ പാകിസ്ഥാനിൽ വരെ പോയി ഇവരുമായിട്ട് കണ്ടമാനം റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയതാണ്, ഇവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പഞ്ചാബിലെ ജലന്ധറിൽ മുഹമ്മദ് മുറ്റാസ അലി എന്ന് പറയുന്ന ഒരാളെ, അയാൾ ഒരു മൊബൈൽ ആപ്പാണ് ഡെവലപ്പ് ചെയ്തിട്ട് ഈ എസ്പിയനേജ് കമ്മ്യൂണിക്കേഷനും ഒക്കെ പിന്നെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പാകിസ്ഥാനികൾക്ക് ഉണ്ടാക്കി കൊടുത്തത്, അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ നിൽക്കുന്ന ഇന്നത്തെ മറ്റൊരു ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് അവര് ഒരു 30 ദിവസം എല്ലാ സംസ്ഥാനങ്ങൾക്കും കൊടുത്തിട്ടുണ്ട്. ഇല്ലീഗൽ ഇമിഗ്രൻസിനെ മുഴുവനും കണ്ടുപിടിച്ചിട്ട് അവരെ ഒന്നിൽ അവരെ ഡോക്യുമെന്റ്സ് വെരിഫൈ ചെയ്തിട്ട് ഇവരെ പിന്നെ ഇല്ലീഗൽ ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഡിപ്പോർട്ടേഷൻ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ ഇന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഓപ്പറേഷൻ സിന്ദൂർ ഓണാണ്. തീവ്രവാദി ആക്രമണത്തിന്റെ ആ പിടിയിൽ, അല്ലെ ആ ഒരു യുദ്ധ സാഹചര്യത്തിന്റെ പിടിയിൽ തന്നെയാണ് ഇപ്പോഴും നമ്മൾ എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയപരമായിട്ട് ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഉണ്ടാക്കി സർക്കാരിന്റെ നയങ്ങൾ അല്ലെ മിലിറ്ററിയുടെ നയങ്ങളെ ചോദ്യം ചെയ്യുന്നതിന് പകരം ഒന്നിച്ചു നിന്നിട്ട് ഈ പറഞ്ഞ പോലെ നമ്മുടെ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന ആളുകളെ കണ്ടുപിടിക്കുക, ഇല്ലീഗൽ ഇമിഗ്രൻസ് ഉണ്ടെങ്കിൽ അവരെ കണ്ടുപിടിക്കുക, അതിന് സഹായം ചെയ്യുക എന്നുള്ള ഒരു നടപടിയാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഇതിനെ രാഷ്ട്രീയപരമായിട്ട് മുതലെടുക്കാനോ രാജ്യത്തിനെ അസ്ഥിരപ്പെടുത്തുന്ന രീതിയിൽ, ഇപ്പൊ ഞാനിപ്പോ രാഷ്ട്രീയമായിട്ടല്ല ഇതിനെ ഞാൻ കാണുന്നത്. പക്ഷെ എന്നിരുന്നാലും ഒരു സൈനികന്റെ ആംഗിളിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2008 രാഹുൽ ഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ട് ഒരു രഹസ്യ MOU സൈൻ ചെയ്തിട്ടുണ്ട്. അതിലെ ഡീറ്റെയിൽസ് എങ്കിലും ഇവർ പുറത്തുവിടട്ടെ. അത് ചോദിച്ചാൽ എന്താ ഇവർക്ക് മൗനം? അങ്ങനെയുള്ള പ്രശ്നങ്ങൾ തീർത്തിട്ട് വേണം നമ്മൾ ഇപ്പോഴത്തെ യുദ്ധസമാനമായ സാഹചര്യത്തിൽ നമ്മൾ ഇടപെടാനെന്നുള്ള ഒരു അഭിപ്രായം കൂടെ ഉള്ളൂ. ശ്രീ പണിക്കർ, എന്തായാലും ശശി തരൂർ ഏറ്റവും ഒടുവിൽ നടത്തിയ പ്രതികരണത്തിലും എന്തായാലും BJP-യിലേക്ക് പോകാനൊന്നും അദ്ദേഹം തയ്യാറല്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ അതേ സമയത്ത് തന്നെ രാജ്യത്തിന് വേണ്ടി എന്ത് സേവനത്തിനും ഞാൻ തയ്യാറാണ്, അതായത് സർക്കാർ നൽകുന്ന പദവികൾ അത് വേണ്ടെന്ന് വെക്കുകയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ഇപ്പോഴും കോൺഗ്രസ് പറയുന്നത് കോൺഗ്രസിനോട് ആലോചിക്കാതെ കേന്ദ്ര സർക്കാർ എന്തോ വലിയൊരു അപരാധം ചെയ്തു എന്നാണ്. അല്ല, നോക്കൂ, ഇവിടെ ഈ കോൺഗ്രസിന്റെ ഒരു സെൻസ് ഓഫ് എൻടൈറ്റിൽമെന്റ് ഉണ്ട്. എൻ്റെ MP-യെ വിട്ടുകിട്ടണമെങ്കിൽ അത് രാജ്യത്തിന്റെ കോസിനാണെങ്കിലും എൻ്റെ ഇൻഡാസ് വേണം, എൻ്റെ അപ്രൂവൽ വേണം എന്ന രീതിയിൽ അനാവശ്യമായിട്ടുള്ള ഒരു പിടിവാശ, ഒരു സെൻസ് ഓഫ് എൻടൈറ്റിൽമെന്റ് ഇവിടെ കോൺഗ്രസ് പ്രദർശിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് പ്രധാനമാണ്. ഒരേ രീതിയിൽ തന്നെയാണ് കേന്ദ്ര സർക്കാരിന് ആവശ്യമുള്ള MP-മാരെ അവർ ഹാൻഡ് പിക്ക് ചെയ്തിരിക്കുന്നത്. അതിൽ നിങ്ങൾ നോമിനേറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്, നോമിനേറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ ആൾക്കാരെയും അതേപോലെ ഉൾപ്പെടുത്തുകയായിരുന്നില്ല ചെയ്തത്. മഞ്ജുഷ്, ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, ഈ പ്രശ്നം കോൺഗ്രസിന് മാത്രമേ ഉള്ളൂ. ഇന്ത്യയിലെ വിവിധ വ്യത്യസ്തമായിട്ടുള്ള ഇന്ത്യ മുന്നണിയിൽ നിന്നുള്ള അല്ലെങ്കിൽ മറ്റ് പാർട്ടികളിൽ നിന്നുള്ള ആൾക്കാരെ ഒക്കെ തന്നെ ഈ ഡെലിഗേഷന്റെ പാർട്ടായിട്ട് എടുത്തിട്ടുണ്ട്. അതിൽ തന്നെ ശശി തരൂരിനെ മാത്രമല്ല, സുപ്രിയ സുലെയെ പോലെയുള്ള മറ്റ് നേതാക്കന്മാരെയും ചില സംഘങ്ങളെ ലീഡ് ചെയ്യാനായിട്ട് വിളിച്ചിട്ടുണ്ട്. ഈ ആൾക്കാർക്കൊന്നും, അവരുടെ പാർട്ടികൾക്കൊന്നും ഈ പ്രശ്നമില്ലെന്നേ. ഈ ഒരൊറ്റ പ്രശ്നം, ഈ ഒരു സെൻസ് ഓഫ് എൻടൈറ്റിൽമെന്റ് ഉള്ള ഒരേ ഒരു പാർട്ടി കോൺഗ്രസ് പാർട്ടിയാണ്. ഞങ്ങളോട് ചോദിച്ചില്ല, ഞങ്ങൾ കൊടുത്ത പേരല്ല കൊടുത്തിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിൽ ഓരോ പേരും സെലക്ട് ചെയ്യുന്നതിന് കൃത്യമായിട്ടുള്ള കാരണങ്ങളുണ്ട്. ഇപ്പൊ മനീഷ് തിവാരി, അദ്ദേഹം ഇട്ടിരിക്കുന്ന പോസ്റ്റ് എന്താണ്? ആക്രമണം എന്ന് പറയുന്ന സിനിമയിലെ ഒരു പാട്ട് അദ്ദേഹം ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അതിന്റെ അർത്ഥം എന്താ? അദ്ദേഹം പോകുമെന്നാണ്. ഈ കോൺഗ്രസ് എന്ത് പറഞ്ഞാലും ഈ ഡെലിഗേഷന്റെ ഭാഗമായിട്ട് അദ്ദേഹം പോകും എന്നുള്ള അദ്ദേഹത്തിന്റെ സമ്മതമായിട്ട് ഇതിനോടകം തന്നെ അത് വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്.
ഞാൻ പറഞ്ഞത് ഇറ്റ്സ് എ കോൾ ഓഫ് ഡ്യൂട്ടി അല്ലേ, രാജ്യത്തിന്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഇറ്റ്സ് എ കോൾ ഓഫ് ഡ്യൂട്ടി. അതിന് ഞങ്ങളുടെ ഹെഡ് ക്വാർട്ടേഴ്സിൽ നിന്ന് ഞങ്ങളുടെ ഇൻഡാസ് കിട്ടിയില്ല, ഞങ്ങൾ കൊടുത്തില്ല, ഞങ്ങളോട് ചോദിച്ചില്ല എന്ന് എന്തിനാ പറയുന്നേ? അവിടെ പറയേണ്ടത് എന്താ കോൺഗ്രസ്? നോക്കൂ, ഞങ്ങളുടെ എം പിയെ ഇവിടെ ആവശ്യപ്പെട്ടിരിക്കുന്നു, അദ്ദേഹത്തിനെ സെലക്ട് ചെയ്തിരിക്കുന്നു, ഞങ്ങൾക്ക് സന്തോഷം എന്ന് പറഞ്ഞൊരു നാഷണൽ കോസിനൊപ്പം നിൽക്കുന്നതിന് അസദുദ്ദീൻ ഒവൈസിക്ക് പ്രശ്നമില്ല, സുപ്രിയ സുലെക്ക് പ്രശ്നമില്ല, ഒരാൾക്കാർക്കും പ്രശ്നമില്ലെന്നേ. അഖിലേഷ് യാദവിന് പ്രശ്നമില്ല, ആർക്കുമില്ല അവരുടെ പാർട്ടിയിൽ നിന്ന് ആൾക്കാരെ കൊടുക്കുന്നതിന്. പിന്നെ ഈ പണ്ട് PV നരസിംഹറാവു വാജ്പേയിയെ കൊണ്ടുപോയത് ചോദിച്ചു. തൃണമൂലിന്റെ കാര്യം നമുക്കറിയാലോ. തൃണമൂലും ഇവരും തന്നെയാണല്ലോ ഈ രീതിയിൽ പെരുമാറുന്നത്. ബാക്കി ഞാൻ പറഞ്ഞത് അക്കൗണ്ടബിലിറ്റി ഉള്ള രാഷ്ട്രീയ പാർട്ടികളാണ്. അവരെല്ലാം ഈ പ്രതിപക്ഷ സഖ്യത്തിലുള്ള ആൾക്കാർ തന്നെയാണ്. പക്ഷെ അവർക്കെല്ലാം ഈ അക്കൗണ്ടബിലിറ്റി ഉണ്ട്. DMK ഉണ്ടല്ലോ അല്ലേ, കനിമൊഴി ഉണ്ടല്ലോ. കനിമൊഴി ഇതിലെ ഒരു ഗ്യാങ്ങിനെ ലീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കനിമൊഴിയെ വിടുന്നില്ലേ? അപ്പൊ ഞാൻ പറയുന്നത്, ഇവിടെ ശ്രീ വസന്ത് തന്നെ പറഞ്ഞ ഒരു കാര്യമുണ്ട്. BJPയോട് ചോദിച്ചിട്ട് BJPയിൽ നിന്ന് ആളെ നോമിനേറ്റ് ചെയ്തിട്ടൊക്കെ അല്ലേ പണ്ട് നരസിംഹറാവു കൊണ്ടുപോയത്? അല്ല, നരസിംഹറാവു നേരിട്ട് വാജ്പേയിയെ വേണമെന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെ ബന്ധപ്പെട്ടതാണ്. അന്നുണ്ടായിരുന്ന ഡെലഗേഷനിലുള്ള ഓരോ ആളിനോടും അങ്ങനെയാണ് പറഞ്ഞത്. 1994 മാർച്ച് 31 ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന 2 ലൈൻ വായിക്കാം. ഇറ്റ് വാസ് എ ടീം ഹാൻഡ് പിക്ഡ് ബൈ PV നരസിംഹറാവു. The strategy of selecting Vajpayee as the leader was his, ആരുടെ? റാവുവിന്റെ. So was the one to send Farooq Abdullah. അദ്ദേഹത്തെ വിടുന്നതിനും PV നരസിംഹറാവുവിന്റെ തീരുമാനം. The rest of the players were carefully chosen too. ബാക്കിയുള്ള ആൾക്കാരെയും അങ്ങനെ തെരഞ്ഞെടുത്തു. Keeping in mind the complexities of the convention. അങ്ങനെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഹോഴ്സസ് ഫോർ കോഴ്സസ് എന്ന് പറയുന്നത് പോലെ എന്റെ ബെസ്റ്റ് ആൾക്കാർ ആരൊക്കെയാണ്? അപ്പൊ അതിൽ നമ്മൾ ജെൻഡർ ബാലൻസ് ചെയ്യുന്നുണ്ടാകും, നമ്മൾ അതിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുള്ള ആൾക്കാരെ എടുക്കുന്നുണ്ടാകും. പക്ഷെ ഓരോന്നിൽ നിന്നുമുള്ള ദ ബെസ്റ്റ് എന്ന് തോന്നുന്ന ആൾക്കാരെ ഹാൻഡ് പിക്ക് ചെയ്യുകയാണ്. അപ്പൊ ആ കാര്യത്തിൽ കോൺഗ്രസിനൊക്കെ പ്രശ്നം എന്താണെന്ന് എനിക്ക് മനസ്സിലാവാതെ. ഞാൻ പറഞ്ഞത്, ഈ പാർട്ടിയുടെ പേരെന്താ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടി എന്നല്ലേ? ആ ഇന്ത്യ എന്ന് പറയുന്നത് വികാരം എന്താണെന്നോ, നാഷണൽ എന്ന് പറയുമ്പോൾ അതിലെ ദേശീയത എന്താണെന്നൊക്കെ കോൺഗ്രസിന് എന്തിനാണ് മറ്റുള്ളവർ ക്ലാസ് എടുത്ത് കൊടുക്കേണ്ടി വരുന്നത്? എന്തിനാ? ശശി തരൂരിനെ ചോദിച്ചില്ല എന്നൊക്കെ പറഞ്ഞു. അല്ല, ഒരു കാര്യം കൂടി പറയാം. ഒരു കാര്യം കൂടി ചോദിക്കാം. വസന്ത് അതിനോട് ചേർന്ന് മറുപടി പറയട്ടെ. ഇന്ന് പവൻ ഖേരയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു. വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ആൻഡ് പാകിസ്ഥാൻ ഡ്യൂ ടു വിച്ച് ഹി ഇൻഫോംഡ് ദം ബിഫോർ ഹാൻഡ് എന്നാണ് പറയുന്നത്. നേരത്തെ പറഞ്ഞു. ഞാൻ ചോദിക്കുന്നത്, ഈ എസ്പിയണാജ്, ചാരപ്രവർത്തനം നേരത്തെ ലീക്ക് ചെയ്ത് കൊടുത്തു എന്നൊക്കെ കോൺഗ്രസ് ആരോപിക്കുന്ന ആരോപണം എവിടെ നിന്നാണ് വരുന്നത്? എന്ത് സ്റ്റേറ്റ്മെന്റിലാ? ഇവിടെ ആരാ പറഞ്ഞത് മുംബൈ കൊടുത്തു എന്ന്? ആരെന്ത് പറഞ്ഞതിന്റെ പേരിലാണ് കോൺഗ്രസ് ഈ പറയുന്നതെന്ന് എനിക്കൊന്ന് അറിഞ്ഞാൽ. രണ്ട് കാര്യം. ഒന്ന്, വാജ്പേയിയെ ഹാൻഡ് പിക്ക് ചെയ്തു എന്ന് പറയുമ്പോൾ വാജ്പേയിയുടെ പേര് അല്ലെങ്കിൽ BJPയോട് ആവശ്യപ്പെട്ടിട്ട് അല്ലെങ്കിൽ അന്നത്തെ പ്രതിപക്ഷത്തോട് ആവശ്യപ്പെട്ടിട്ട് അവർ കൊടുത്ത ലിസ്റ്റിനെ വെട്ടിത്തിരുത്തി പുതിയ ആൾക്കാരെ തിരികെ കയറ്റുകയല്ലായിരുന്നു അന്നത്തെ സർക്കാരുകൾ ചെയ്തിരുന്നത്. അത് UPS അല്ല, PV നരസിംഹറാവു ഹാൻഡ് പിക്ക് ചെയ്ത ആൾക്കാരെ മാത്രമാണ് എടുത്തത്. ആണ്. ഞാൻ പറഞ്ഞ 1994 ഇന്ത്യ ടുഡേ റിപ്പോർട്ടാണ്. താങ്കൾ എന്തിനെ കോട്ട് ചെയ്തിട്ടില്ല? അല്ല, ഞാൻ ചോദിക്കുന്നത് ലിസ്റ്റ് ഒന്നുമില്ല. ചോദിച്ചിട്ടില്ല അദ്ദേഹം ഹാൻഡ്. ഞാൻ പറയട്ടെ, ഇപ്പോ സൽമാൻ ഖുർഷിദിനെ എന്തിനാ സൽമാൻ ഖുർഷിദിനെ ചോദിച്ചത് എന്തിനാണെന്നറിയോ? തീർച്ചയായിട്ടും അല്ല. അദ്ദേഹം സ്വാധീനം ഉപയോഗിച്ച് ഈ പാർലമെന്റിൽ നല്ല പെർഫോമൻസ് നടത്തുന്നവരും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നല്ല പെർഫോമൻസ് നടത്തുന്നവരുമായ ആൾക്കാരെ തെരഞ്ഞെടുത്ത് ഇന്ത്യക്ക് വേണ്ടി വാദിക്കാൻ ജനീവയിൽ വിടുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് അദ്ദേഹം പറയുകയും ചെയ്തു, ഈ പോയവരെല്ലാം ഉജ്ജ്വലമായ പ്രകടനമാണ് നടത്തിയത്, അതുകൊണ്ട് ഇന്ത്യയുടെ അന്തസ്സ് കാത്തു സൂക്ഷിച്ചുവെന്ന് നരസിംഹറാവു പറയുകയും ചെയ്തു. അതിനോട് ചേർത്ത് മഞ്ജുഷേ, ശ്രീ വസന്ത് അറിയേണ്ടുന്ന മറ്റൊരു കാര്യമുണ്ട്. എന്തിനാണ് സൽമാൻ ഖുർഷിദിന്റെ പേര് നരേന്ദ്രമോദി ഈ സഖ്യത്തിൽ ചേർത്തിരിക്കുന്നതെന്നറിയോ? അന്ന് ഈ പോയ ടീമിൽ സൽമാൻ ഖുർഷിദ് ഉണ്ട്. അദ്ദേഹത്തിന് ഈ എക്സ്പീരിയൻസ് ഉണ്ട്. പാകിസ്ഥാന്റെ നറേറ്റീവിനെ പോയി പൊളിച്ചിരിക്കുന്ന എക്സ്പീരിയൻസ് ഉള്ള ആളാണ് സൽമാൻ ഖുർഷിദ്. അന്ന് ഏറ്റവും കൂടുതൽ കയ്യടി കിട്ടിയിരുന്ന 2 നേതാക്കന്മാരിൽ ഒരാൾ വാജ്പേയിയും രണ്ടാമത്തെ ആൾ സൽമാൻ ഖുർഷിദുമായിരുന്നു. ആ എക്സ്പീരിയൻസ് ഇവിടെ വീണ്ടും ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേന്ദ്ര സർക്കാർ അദ്ദേഹത്തിനെ നോമിനേറ്റ് ചെയ്യുന്നത്. അല്ലാതെ അതൊരു കോൺഗ്രസിനെ ഹൈക്കമാൻഡ് പറയുന്നത് അല്ലാത്തൊരു പേരിനെ ഉൾപ്പെടുത്തുകയല്ല ചെയ്തിരിക്കുന്നത്. മറിച്ച് നേരത്തെ പറഞ്ഞതുപോലെ ദ ബെസ്റ്റ് പീപ്പിൾ അങ്ങനെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ശരി, ശ്രീ വസന്ത്, എന്തുകൊണ്ടാണ് ബെസ്റ്റ് എന്ന രീതിയിൽ നിങ്ങൾക്ക് കണ്ടുകൂടാ? സെലക്ട് ചെയ്തോട്ടെ, ബെസ്റ്റ് പീപ്പിളിനെ കോൺഗ്രസിന്റെ ആരെ വേണമെങ്കിലും സെലക്ട് ചെയ്തോട്ടെ. പക്ഷെ അപ്പൊ കോൺഗ്രസിനോട് ഒരു ലിസ്റ്റ് ആവശ്യപ്പെടരുത്. ആ ലിസ്റ്റ് കൊടുത്ത് അങ്ങനെ അല്ല, നിങ്ങൾ കോൺഗ്രസിനോട് ലിസ്റ്റും ആവശ്യപ്പെട്ടു, ആ ലിസ്റ്റിലുള്ളവരെയും കൊണ്ടുപോക്കോ. എന്നിട്ട് നിങ്ങൾ ബെസ്റ്റ് പീപ്പിളിനെ കോൺഗ്രസിൽ നിന്ന് സെലക്ട് ആനന്ദ് ശർമ്മയുണ്ട്, ആനന്ദ് ശർമ്മ എടുത്തിട്ടുണ്ട്. ആ ലിസ്റ്റ് കോൺഗ്രസ് അല്ലല്ല, അത് കോൺഗ്രസ് അടക്കമുള്ള ആത്മാഭിമാനമുള്ള പാർട്ടികളെ ഇളിഫ്യരാക്കുന്നതിന് തുല്യമാണ്. ഞങ്ങളെ വിളിച്ചൊരു ലിസ്റ്റ് ആവശ്യപ്പെടുക,
എന്നിട്ട് ആ ലിസ്റ്റ് വെട്ടിയിട്ട് പിറ്റേ ദിവസം വരുന്ന ലിസ്റ്റിൽ ഞങ്ങളിൽ നിന്ന് സെലക്ട് ചെയ്ത വേറെ കുറെ പേരെ മുമ്പോട്ട് വെക്കുക. ശശി തരൂർ വേറെ കുറെ പേരാണോ? അല്ല പറയട്ടെ, അങ്ങ് പറഞ്ഞപ്പോ ഞാൻ ഇടപെട്ടില്ലല്ലോ. വേറെ കുറെ പേര് പറഞ്ഞോണ്ട് ചോദിച്ചതാ. ഞാൻ സംസാരിക്കുന്നത് തന്നെയാണ്, എന്റെ തന്നെ ടെക്നിക്കൽ പ്രശ്നം കാരണം ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ്. നോക്കൂ, നിങ്ങൾ ഹുർഷിദിനെയും തരൂരിനെയും വേണ്ടി വന്നാൽ രാഹുൽ ഗാന്ധിയെയും ആരെ വേണമെങ്കിലും കൊണ്ടുപോകോ. പക്ഷെ കോൺഗ്രസിനോട് ഔദ്യോഗികമായി കോൺഗ്രസ് പാർട്ടിയുടെ ലിസ്റ്റ് ആവശ്യപ്പെട്ടിട്ട് ആ ലിസ്റ്റ് ഞങ്ങൾ തന്ന ശേഷം അതിനെ വെട്ടിത്തിരുത്തുക എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ച് ആത്മാഭിമാനത്തിന് വ്രണമേൽപ്പിക്കുന്നതിന് തുല്യമാണ്. അത് ചോദ്യം ചെയ്യും, പറയും, ഇനിയും പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നീട് രണ്ടാമത് ഈ ചർച്ചയിൽ അദ്ദേഹത്തിന് രഘുനാഥ് അദ്ദേഹം പറഞ്ഞ എന്താണ്, ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്തോ എഗ്രിമെന്റിൽ ഏർപ്പെട്ടു. വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലും വാട്സപ്പിലും വരുന്ന സാധനങ്ങളുമായി ചർച്ചയ്ക്ക് വരുന്നത് എന്ത് അടിസ്ഥാനത്തിന് പുറത്താണ് അങ്ങനെ ഒരു സകലമാന നാഷണൽ ന്യൂസിലും അന്ന് മുതൽ ഇന്ന് വരെ ഇപ്പോഴും ഉണ്ട് എന്ന് മാത്രമല്ല, ഇതേ ചോദ്യം നമ്മുടെ മിനിസ്റ്റേഴ്സ് വരെ ഇപ്പോഴും ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, എന്താണെന്ന് ഒപ്പിട്ടെന്നുള്ളത്. അത് രാജ്യദ്രോഹമാണ്. നിങ്ങളുടെ പാർട്ടിയല്ല ഭരിക്കുന്ന BJP. ഞങ്ങളുടെ പാർട്ടിയല്ല, പറ്റുമോ? അല്ലല്ല, ഞങ്ങളുടെ പാർട്ടിയൊന്നും അല്ല. അത് അന്ന് ഒപ്പിട്ടിട്ടുണ്ട്. അത് ചൈനയുടെയും രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും മാത്രം അറിയാവുന്ന ഒരു രഹസ്യമാണെന്നുള്ളത്. എങ്ങനെ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ വരുന്നതേ വാട്സപ്പ് യൂണിവേഴ്സിറ്റി അല്ല മാഷേ, നിങ്ങൾ പത്രം കൂടെ വല്ലപ്പോഴും ഒന്ന് വായിക്കൂ. അത് വാട്സപ്പ് അല്ല, അത് വാട്സപ്പ് അല്ല, അത് വാട്സപ്പ് അല്ല, അത് വാട്സപ്പ് അല്ല, പേപ്പറിലുണ്ട്. അത് വാട്സപ്പ് അല്ല. അല്ല, ഏത് റിപ്പോർട്ട് അദ്ദേഹത്തിന് കയ്യിലുള്ളത്? അത് വാട്സപ്പ് അല്ല. ഓഗസ്റ്റ് 2008 ആണ്. ഓഗസ്റ്റ് 2008. അദ്ദേഹം പറയട്ടെ, ഏത് റിപ്പോർട്ട് അദ്ദേഹത്തിന് കയ്യിലുള്ളത്? പാർട്ടി ടു പാർട്ടി അണ്ടർസ്റ്റാൻഡിംഗ് എന്നാണ് കോൺഗ്രസ് എന്ന് പറഞ്ഞത്. ഇറ്റ് ഈസ് എ പാർട്ടി ടു പാർട്ടി അണ്ടർസ്റ്റാൻഡിംഗ് എന്നാണ് കോൺഗ്രസ് എന്ന് പറഞ്ഞിരുന്നത്. ഇന്ത്യൻ ഗവൺമെന്റ് ഉൾപ്പെടാത്ത പാർട്ടി ടു പാർട്ടി അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് കോൺഗ്രസ് ഡിസ്ക്രൈബ് ചെയ്തതാണ് അതിനെ. ഒരു MOU സൈൻ ചെയ്ത കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റ് രാഹുൽ ഗാന്ധി, ഒരു MP പോലും അല്ല. അദ്ദേഹം പറഞ്ഞത് രാഹുൽ ഗാന്ധി ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി രാജ്യവിരുദ്ധമായ എഗ്രിമെന്റിൽ ഏർപ്പെട്ടു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് MOU ആണ്. അതിനെക്കുറിച്ചാണ് പറഞ്ഞത് ശ്രീ വസന്ത് കമ്പളി. ശരി, ഞാൻ ചർച്ച അവസാനിപ്പിക്കുകയാണ്, സമയം കഴിഞ്ഞു. അതുകൊണ്ടാണ് കേന്ദ്രത്തിനെതിരായ രാഹുലിന്റെ ചോദ്യങ്ങൾ അനവസരത്തിലുള്ളതാണെന്ന് 76% പ്രേക്ഷകർ, അല്ല എന്ന് 22%. ഡിബേറ്റ് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.